सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ഓം. ഉപനിഷത് ഭാഷ്യങ്ങളിൽ ചില ഭാഷ്യങ്ങൾ ഭഗവാൻ ഭാഷ്യകാരൻ മംഗളാചരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ചിലതാകട്ടെ നേരെ തത്വപ്രതിപാദനത്തിലേക്ക് കടക്കുകയാണ്. മംഗളാചരണം എന്ന് പറഞ്ഞാൽ പൊതുവെ ശിഷ്ടാചാരമാണ്. അതായത് ഏതെങ്കിലും പഠനം ആരംഭിക്കുമ്പോൾ, ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, ഏതെങ്കിലും ഗ്രന്ഥരചന ആരംഭിക്കുമ്പോൾ ഒന്നുകിൽ ഇഷ്ടദേവത വന്ദനം ചെയ്യുക, അല്ലെങ്കിൽ ഗുരുവന്ദനം ചെയ്യുക, അല്ലെങ്കിൽ മംഗളകരങ്ങളായ ചില പദങ്ങൾ പ്രയോഗിക്കുക. ഉദാഹരണത്തിന് ഓം, അഥ, ഈ രണ്ട് പദങ്ങൾ, ഓം, അഥ, ഈ രണ്ട് ശബ്ദങ്ങൾ പ്രയോഗിക്കുക. ഇതൊക്കെ മംഗളാചരണമായിട്ടാണ് മാനിക്കുന്നത്. 3 തരത്തിലാണ് പൊതുവെ. ഒന്നുകിൽ ഓം, അഥ എന്ന ശബ്ദം പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഇഷ്ടദേവതാവന്ദനം, അല്ലെങ്കിൽ ഗുരുവന്ദനം. അതോടുകൂടിയാണ് പൊതുവെ ഗ്രന്ഥരചന ആരംഭിക്കുന്നത്. പൊതുവെ ഭഗവാൻ ഭാഷ്യകാരൻ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈശാവാസ്യോപനിഷത്തിൻ്റെ ഭാഷ്യം നേരിട്ടങ്ങോട്ട് ആരംഭിക്കുക ചെയ്തത്. ഈശാവാസ്യമിത്യാദയഃ മന്ത്രാഹ എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. കേനോപനിഷത്തിൻ്റെ ഭാഷ്യം അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്, കേനേഷിതമിത്യാദ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ കഠോപനിഷത്തിൽ മംഗളാചരണം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മംഗളാചരണം ഒന്ന് നിർവിഘ്ന പരിസമാപ്തിക്കാണ്, 2 ഒരു സമ്പ്രദായമാണ്, മറ്റുള്ളവർക്ക് മാതൃക പ്രദർശിപ്പിക്കാനാണ്. ജനാർദ്ദൻ, ആ കസേര 2 വയ്ക്കണേ, ഒന്ന് വെച്ച് പൊട്ടി വീഴും ആൾക്കാർ. ഇവിടെ മംഗളാചരണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. നോക്കൂ, ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. ഇങ്ങനെ മംഗളാചരണം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത്. ഓം നമോ ഭഗവതേ, ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഭഗവതേ നമഃ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് നമസ്കാരം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അനേക അർത്ഥങ്ങളുണ്ട്. എങ്കിലും പ്രധാനമായി 2 അർത്ഥങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ഗുരുനാഥനെ ഭഗവാൻ എന്ന് വിളിക്കുമ്പോൾ
അതിൻ്റെ താത്പര്യം ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാമാഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി എന്ന് വിഷ്ണു പുരാണത്തിൽ വ്യാസഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഉത്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും ഈ മൊത്തം ജഗത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും തിരോഭാവത്തെക്കുറിച്ചും പിന്നെ ഭൂതാനാം ആഗതിം ഗതിം സകല ഭൂതങ്ങളുടെ വരവിനെക്കുറിച്ചും പോക്കിനെക്കുറിച്ചും വിദ്യാം അവിദ്യാം ച വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ 6 വിഷയങ്ങൾ ആർക്കറിയാമോ അയാളെ ഭഗവാൻ എന്ന് വിളിച്ചോളണം എന്നാ. സ വാച്യോ ഭഗവാനിധി, അവൻ ഭഗവാൻ എന്ന് പറയപ്പെടണം എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സർവജ്ഞന് പറയുന്ന പേരാണ് ഭഗവാൻ. ഈ അർത്ഥത്തിലായിരിക്കണം ശിഷ്യന്മാർ ഗുരുനാഥന്മാരെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ദേവതകളെ ഈശ്വരനെയൊക്കെ ഭഗവാൻ എന്ന് വിളിക്കാറുണ്ട്. ഈശ്വരനെ ഭഗവാൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ദേവതകളെ ഭഗവാൻ എന്ന് വിളിക്കും, ദൈവങ്ങളെ ഭഗവാൻ എന്ന് വിളിക്കും, ഈശ്വരനെ ഭഗവാൻ എന്ന് വിളിക്കും. അപ്പോൾ അവിടെ എന്താ അർത്ഥം? അവിടെ അർത്ഥം ഭഗം അസ്യ അസ്തി ഇതി ഭഗവാൻ. ഭഗം ആർക്കുണ്ടോ അവനാണ് ഭഗവാൻ, അവൾ ഭഗവതി. അപ്പോൾ എന്താ ഭഗം? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ സമഗ്രമായ ഐശ്വര്യം, സമഗ്രമായ ധർമ്മം, സമഗ്രമായ യശസ്. യശസ് എന്ന് പറഞ്ഞാൽ സത്കീർത്തി. യശസ് കീർത്തിയല്ല, സത്കീർത്തിയാണ്. സമഗ്രമായ ശ്രീ, സമഗ്രമായ ജ്ഞാനം, സമഗ്രമായ വൈരാഗ്യം. ഈ 6ഉം ചേർന്ന് വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. ഇതിൽ ചിലതൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊക്കെ ഇതിൽ ചിലതൊക്കെ ഉണ്ടാവും. ഇരിക്കണം ഓരോരുത്തർക്കും ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുണ്ടെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. 6ഉം തികഞ്ഞ് വരാറ് പതിവില്ല. 6ഉം തികഞ്ഞ് വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. അതുള്ളവൻ ഭഗവാൻ, അതുള്ളവൾ ഭഗവതി. മനസ്സിലാക്കുക. ഏതായാലും ഭഗവാനായിക്കൊണ്ട് നമഃ, ഓം നമഃ, നമസ്കാരം. ആർക്ക് നമസ്കാരം? ഭഗവതേ, ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആർക്ക്? വൈവസ്വതായ, വൈവസ്വതനായിക്കൊണ്ട് നമസ്കാരം. വൈവസ്വതൻ വിവസ്വാൻ്റെ പുത്രൻ, വിവസ്വാൻ്റെ മകൻ. ഇവിടെ വിവസ്വാൻ്റെ ആരാ മകൻ? മൃത്യവേ, മൃത്യുവിനായിക്കൊണ്ട്. വൈവസ്വതനാണ് മൃത്യു, യമൻ. വിവസ്വാൻ്റെ പുത്രനാണ് യമൻ. അപ്പോൾ വിവസ്വാൻ്റെ മകനായ യമനായിക്കൊണ്ട് നമസ്കാരം. അതെന്തിനാ യമനെ നമസ്കരിക്കണത്? ചോദ്യം. ബ്രഹ്മവിദ്യാചാര്യായ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപനിഷത്തിൽ ബ്രഹ്മവിദ്യയുടെ ആചാര്യനാണ് യമൻ. ഇവിടെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന ഗുരുനാഥനാണ് യമൻ. ബ്രഹ്മത്തെ ബോധിപ്പിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നതാണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യയെ എല്ലാ വിദ്യകളുടെയും ആശ്രയമായിട്ട് പറയാറുണ്ട്. ബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠാം എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്. എല്ലാ വിദ്യകളുടെയും പ്രതിഷ്ഠയാണ് ബ്രഹ്മവിദ്യ. കാരണം അടിസ്ഥാനമായ സദ്വസ്തുവെക്കുറിച്ചുള്ള വിദ്യയാണത്.
അടിസ്ഥാന സദ്വസ്തുവെക്കുറിച്ചുള്ള വിദ്യയാണ്. അതുകൊണ്ടാണ് സർവവിദ്യാപ്രതിഷ്ഠയാകുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മവിദ്യ ആര് സ്വജീവിതത്തിൽ ആചരിക്കുന്നുവോ, ആര് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുവോ, അവനാണ് ബ്രഹ്മവിദ്യാചാര്യൻ. ആചാര്യ ശബ്ദത്തിന് സാമാന്യാർത്ഥത്തിൽ ഗുരുവെന്ന് പറയാമെങ്കിലും വിശേഷാർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. സാമാന്യാർത്ഥത്തിൽ ആചാര്യൻ ഗുരുവാണ്. വിശേഷാർത്ഥം നമ്മൾ ചിന്തിക്കുമ്പോൾ ശാസ്ത്രങ്ങളെ സമാഹരിച്ചവനും ആചിനോതി ശാസ്ത്രാണി, സ്വയമേവ ആചരതേ, സ്വയം ജീവിതത്തിൽ ആചരിക്കുന്നവനും തദ്വാര ശിഷ്യരെ ആചരിപ്പിക്കുന്നവനുമാണ് ആചാര്യൻ. അങ്ങനെയുള്ള ബ്രഹ്മവിദ്യ ആചാര്യനാണ് ഇവിടെ യമൻ. ആ യമനായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ നചികേതസേച്ച, നചികേതസിനായിക്കൊണ്ടും നമസ്കാരം. ഇവിടെ ശിഷ്യൻ നചികേതസാണ്. ഒരു പരമ്പരയിലെ അല്ലെങ്കിൽ ഒരു തലമുറയിലെ ശിഷ്യൻ അടുത്ത തലമുറയിൽ ഗുരുവാവും. അങ്ങനെ അനാദിയായി അനന്തമായി തുടരുന്നതാണ് നമ്മുടെ ഗുരു പരമ്പരാ സങ്കല്പം. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം അതാണ്. അനേക വൈശിഷ്ട്യങ്ങളുണ്ട്, എണ്ണി പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വൈശിഷ്ട്യമാണ് അനാദ്യ അനന്തമായ ഗുരുപരമ്പര. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതമായി. ഇപ്പം പ്രവാചകന്മാർ അനേകം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദാണ് എന്ന് പറഞ്ഞാൽ അത് മതമായി. ദൈവത്തിന് മക്കൾ അനേകം ഉണ്ടായിട്ടുണ്ട്, അവസാനത്തെ മോൻ യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ മതമായി. നമുക്കൊരിക്കലും ഫുൾ സ്റ്റോപ്പില്ല. അസ്മദാചാര്യ പര്യന്താം എന്ന് ഓരോ തലമുറയിലും ചൊല്ലും. അതങ്ങനെ നീണ്ടു പോവുക, അവസാനമില്ല, ഫുൾ സ്റ്റോപ്പില്ല. കാരണം നോക്കൂ, അറിവ് പൂർണ്ണമായി, അറിവിൻ്റെ പ്രചരണം പൂർണ്ണമായി എന്നൊരവസ്ഥ ലോകത്തിലില്ല. അതങ്ങനെ തുടരും. അടുത്ത തലമുറയ്ക്ക് കൊടുക്കും, അടുത്ത തലമുറ അതിൽ കുറേയും കൂടി മൂല്യങ്ങളെ കൂട്ടും, അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കും, വീണ്ടും മൂല്യങ്ങളെ കൂട്ടും, അടുത്ത തലമുറയ്ക്ക് കൊടുക്കും. അങ്ങനെ തുടരുകയാണ്. ഏതെങ്കിലും ഒരു തലമുറയിൽ ഈ പറഞ്ഞ മൂല്യങ്ങളെ ചേർക്കുന്നത് നിന്നുപോയാൽ അവിടെ നിൽക്കും ഗുരുപരമ്പര. ഒരു ഇംഗ്ലീഷ് വാക്ക് കടമെടുത്താൽ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്, അത് ഓരോ തലമുറയിലും സംഭവിക്കണം. അല്ലാണ്ട് ഗുരുനാഥൻ തന്നത് തന്നെ ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പുസ്തകം പഠിച്ചാൽ പോരെ? പുസ്തകം പഠിച്ചാൽ മതിയല്ലോ, ധാരാളമായി. പിന്നെ ഗുരുവിൻ്റെ ആവശ്യമില്ല, പണ്ട് എഴുതി വെച്ച പുസ്തകം പഠിച്ചാൽ മതി. അടിസ്ഥാന മൂല്യം മാറാതിരിക്കെ തന്നെ ദേശകാലങ്ങൾക്കനുസരിച്ച് മൂല്യാപാദാനം നടക്കണം. മൂല്യാപാദാനമാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. അത് ഓരോ തലമുറയിലും സംഭവിച്ചിട്ടാണ് അടുത്ത തലമുറയിലേക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഭാരതീയമായ സങ്കല്പമനുസരിച്ച് ഗുരുപരമ്പര അനന്തമായി നിലകൊള്ളും. ഓരോ തലമുറയും ചൊല്ലിയിട്ടുണ്ട് അസ്മദാചാര്യ പര്യന്താം, എൻ്റെ ഗുരുനാഥൻ വരെ എത്തി നിൽക്കുന്ന. ഇപ്പം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ഗുരുനാഥനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചൊല്ലുക. അടുത്ത തലമുറ ചൊല്ലുമ്പോഴോ ഈ തലമുറയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അതങ്ങ് തുടരും. എവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ അവസാനത്തെ ഗുരു എന്ന് പറഞ്ഞോ നമ്മൾ മതമായി കഴിഞ്ഞു. അത് ശ്രദ്ധിക്കുക. ഇന്ന് സനാതനധർമ്മത്തിലും അനേക മതങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ വേറൊരാളുണ്ടാവില്ല, കഴിഞ്ഞു. അതെങ്ങനെയാണ് അങ്ങനെ പറയുക? എന്നേക്കാൾ എത്രയോ മികച്ചതായിരിക്കും എൻ്റെ അടുത്ത തലമുറ എന്നുള്ള ബോധമാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് ഞാനാണ് അവസാനത്തെന്നല്ല. എന്നേക്കാൾ എത്രയോ മികച്ചതായിരിക്കും. എനിക്കൊരുപാട് മഹിമയുണ്ട്, എനിക്കൊരുപാട് മഹിമയുണ്ട്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പലതും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ മികച്ചതായിരിക്കും അടുത്ത തലമുറ.
അതിനേക്കാൾ മികച്ചതായിരിക്കും അടുത്ത തലമുറ. ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ധർമ്മമായി നിലനിൽക്കൂ. അല്ലെങ്കിൽ നമ്മൾ മതമായി അധപ്പതിക്കും. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരാചാര്യൻ്റെ പേര് പറഞ്ഞ് അവസാനം പറയാറില്ല. അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ, ധാരാളം പേരുണ്ട്. അത് നമ്മൾ നോക്കണ്ട, നമ്മളാരെയും വിമർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഒരു പേര് പറഞ്ഞിട്ട് അവസാനം പറയില്ല. ശങ്കരാചാര്യരിൽ അവസാനിക്കുന്ന പരമ്പര അല്ല, ഒരിക്കലുമല്ല. അതങ്ങ് തുടരും. അപ്പോൾ ഇവിടെ ഗുരുനാഥനെ നമസ്കരിച്ചു, നചികേതസിനെ നമസ്കരിച്ചു, ശിഷ്യനെ. ഇങ്ങനെയാണ് മംഗളാചരണം. ഇനി ഇത് തന്നെ വേറെ രീതിയിൽ അർത്ഥം പറയാം. നോക്കൂ, ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ കഴിഞ്ഞു. വിവസ്വാൻ്റെ മകനായ യമനായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേച, ബ്രഹ്മവിദ്യാചാര്യനായ നചികേതസിനും നമസ്കാരം. എന്ത് വിഡിത്താ പറയണത്? ഇവിടെ ബ്രഹ്മവിദ്യ ആചാര്യനല്ലല്ലോ നചികേതസ്, ശിഷ്യനല്ലേ? എടോ, ഉപനിഷത്തിൽ ശിഷ്യനാണ്. അത് കഴിഞ്ഞ് അടുത്ത തലമുറയിൽ എന്തായി? ആചാര്യനായി. അതങ്ങ് പോവും. അങ്ങനെ ഗുരു ശിഷ്യ പ്രശിഷ്യ തച്ഛിഷ്യ പരമ്പരയിലൂടെ തുടർന്ന് വന്നതാണ് ഈ സനാതനധർമ്മ വ്യവസ്ഥ എന്ന് ഓർമ്മിക്കുക. ഏതായാലും അങ്ങനെ ഗുരുവന്ദനം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വ്യക്തമാണല്ലോ. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേച. അഥ കാഠകോപനിഷദ് വല്ലീനാം സുഖാർത്ഥപ്രബോധനാർത്ഥം അല്പഗ്രന്ഥാവൃത്തി ആരഭ്യതേ. അഥ കാഠകോപനിഷദ് വല്ലീനാം സുഖാർത്ഥപ്രബോധനാർത്ഥം അല്പഗ്രന്ഥ വൃത്തി ആരഭ്യതേ. അഥ അനന്തരം ഇനിയിപ്പോൾ കൂടിയിരിക്കുമ്പം പറയുക, ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വേറെ വ്യാഖ്യാനം നടന്നിട്ടുണ്ടാവും. ഗുരുശിഷ്യന്മാർ കൂടിയിരുന്നിട്ട് ഇങ്ങനെ പഠിക്കാവും. അപ്പോൾ ഇതിനു മുമ്പ് വേറെന്തോ പഠിച്ചിട്ടുണ്ടാവും. എന്താ പഠിച്ചത് നമുക്കറിയില്ല. അഥ അനന്തരം ഇനിയിപ്പോൾ പുതിയ പഠിക്കാം, കഠോപനിഷത്ത് തുടങ്ങാം എന്ന് പറയുകയാണ്. അഥ അപ്പോൾ ഇതിനു മുമ്പ് വേറെ പഠിച്ചിട്ടുണ്ടാവും. എന്താ പഠിച്ചത് നമുക്കറിയില്ല, എന്താ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മംഗളാചരണമായിട്ട് അധശബ്ദം പ്രയോഗിക്കാറുണ്ട്. ഓംകാരശ്ചാധശബ്ദശ്ച ദ്വാവേദൗ ബ്രഹ്മണപുരാ കണ്ഠം ഭിത്വാ വിനിർയാദൗ തസ്മാൻ മാംഗളികാവുഭൗ എന്നുണ്ട്. ഓം എന്നുള്ള ശബ്ദവും അധ എന്നുള്ള ശബ്ദവും രണ്ടും പണ്ട് ബ്രഹ്മാവിൻ്റെ അഥവാ വേദത്തിൻ്റെ കണ്ഠം ഭേദിച്ച് ആദ്യം പുറത്തേക്ക് വന്നതാ ഓം അധ എന്നിവ. അതുകൊണ്ട് ഈ രണ്ട് ശബ്ദങ്ങളും ഉച്ചരിക്കുന്നത് മംഗളങ്ങളാണ്. അതുകൊണ്ട് ഗ്രന്ഥം ആരംഭിക്കുന്നത് അഥ എന്ന് പറഞ്ഞുകൊണ്ടാവാം. അഥ അല്ലെങ്കിൽ അനന്തരം. കാഠകോപനിഷദ് വല്ലീനാം, കാഠകോപനിഷദ് വല്ലീനാം, കാഠകോപനിഷദ് വല്ലികളുടെ, കാഠകോപനിഷദ് വല്ലികളുടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കാഠകശാഖയുടെ ഉപനിഷത്താണ് കാഠകോപനിഷത്ത്. കാഠകോപനിഷത്ത് തന്നെയാണ് കഠോപനിഷത്ത്. ഈ കഠോപനിഷത്ത് 2 അധ്യായങ്ങളായിട്ട് ഓരോ അധ്യായത്തിലും 3 വല്ലികളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. പലതരത്തിലാണല്ലോ ഗ്രന്ഥങ്ങളെ വിഭജിക്കുക. അപ്പോൾ ഇതിൽ 6 വല്ലികളാണ് മൊത്തം ഉള്ളത്. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി. 6 വള്ളി കൂട്ടി പിരിച്ച ഒരു രൂപത്തിലാണ് ഈ കഠോപനിഷത്ത്. അത് 2 അധ്യായങ്ങളിലാണ്. ഒരധ്യായത്തിൽ 3 വല്ലി, 2-ാം അധ്യായത്തിൽ 3 വല്ലി. അതുകൊണ്ട് ഇതിനെ വല്ലി എന്നാണ് പറയണത്, കഠോപനിഷദ് വല്ലി. ഈ വല്ലികളുടെ 6 വല്ലികളുടെ അല്പഗ്രന്ഥാവൃത്തി, അല്പഗ്രന്ഥയായ വിസ്തരിച്ചല്ലാത്ത, വലിയ വിസ്തരിച്ചൊന്നുമല്ല, ചുരുക്കമായിട്ട് അല്പഗ്രന്ഥാവൃത്തി, ഒരു വൃത്തി. വൃത്തി പറഞ്ഞാൽ വ്യാഖ്യാനം.
വിസ്തരിച്ച ആശയത്തെ പ്രതിപാദിക്കുന്നതാണ് വൃത്തി. അല്പഗ്രന്ഥമായ വൃത്തി ആരഭ്യതേ, ആരംഭിക്കപ്പെടുന്നു. ഇതാ തുടങ്ങുകയാണ് നമ്മൾ. എന്തിനാ തുടങ്ങുന്നേ? നിങ്ങൾ എന്തിനാ കഠോപനിഷത്തിനെ വ്യാഖ്യാനിക്കാൻ പോണത്? എന്തിനാ? സുഖാർത്ഥപ്രബോധാർത്ഥം, എളുപ്പം അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സുഖമായി ജിജ്ഞാസുക്കൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുരുക്കമായി വ്യാഖ്യാനിക്കാം. ഇതാണ് ആരംഭിക്കപ്പെടുന്നു. അപ്പോൾ ഉദ്ദേശ്യം പറഞ്ഞു, എന്താന്ന് പറഞ്ഞു. എന്തിനാണ് എഴുതുന്നത്? സുഖാർത്ഥ പ്രബോധാർത്ഥം. എന്താ എഴുതുന്നത്? അല്പഗ്രന്ഥാവൃത്തി, വിസ്തൃതമല്ലാത്ത ഒരു വൃത്തി എഴുതുകയാണ്. എന്തിൻ്റെ? കഠോപനിഷത് വല്ലീനാം, കാഠകോപനിഷത് വല്ലീനാം. ശരി, എന്തിൻ്റെയാണ് പറഞ്ഞത്? ഉപനിഷത്തിൻ്റെ. എന്താ ഉപനിഷത്തെന്ന് പറഞ്ഞാൽ? സദേഹേ ധാതോഹോ വിശരണഗത്യ അവസാദനാർത്ഥസ്യ ഉപനിപൂർവസ്യ കി പ്രത്യയാന്തസ്യ രൂപം ഉപനിഷദിതി. സദേഹേ ധാതോഹോ വിശരണഗത്യ അവസാദനാർത്ഥസ്യ ഉപനിപൂർവസ്യ കിപ്പ് പ്രത്യയാന്തസ്യ രൂപം ഉപനിഷത് ഇതി. അപ്പം നിങ്ങൾ എന്തിൻ്റെ വ്യാഖ്യാനം അപ്പം ചെയ്യാൻ പുറപ്പെടുന്നത്? ഞാൻ ചെയ്യാൻ പുറപ്പെടുന്നത് കഠോപനിഷത്തിൻ്റെയാണ്. എന്താ ഉപനിഷത്തെന്ന് പറഞ്ഞാൽ? പറയാണ്, ഉപനിപൂർവസ്യ, ഉപ നീ എന്നിവ മുമ്പിലുള്ള, സദേഹേ ധാതോഹോ, സത് ധാതുവിൻ്റെ, സദേഹേ ധാതോഹോ എന്ന് പറഞ്ഞാൽ സതി എന്ന ധാതുവിൻ്റെ. ഈ ധാതു നിർദ്ദേശം ചെയ്യുമ്പോൾ ഈ കൂട്ടിച്ചേർക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ സത് ധാതുവെ പറയാൻ സതി എന്ന് പറയും. സതി, അത് വ്യാകരണത്തിലെ ഒരു നിയമമാണ്. ഇക് എന്നൊരു സാധനം കൂട്ടിച്ചേർക്കും. അപ്പോൾ ഇക്ക് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ സത് എന്നുള്ളതിനോട് ഇക്ക് കൂട്ടിയാൽ സതി എന്നായി. ഇപ്പോൾ സതിയുടെ എന്ന് പറഞ്ഞ അർത്ഥം സതിയല്ല കേട്ടോ, സതിയാണ്. സതിയുടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സതിൻ്റെ എന്നാണ്. അത് വ്യാകരണത്തിലെ ഒരു നിയമമാണ്, പാണിനീയത്തിലെ നിയമമാണ്. അപ്പോൾ സത് ധാതുവിൻ്റെ, എന്താ ഈ സത് ധാതു? വിശരണഗതി അവസാദനാർത്ഥസ്യ, വിശരണം, ഗതി, അവസാദനം എന്നീ 3 അർത്ഥങ്ങളോടുകൂടിയ ധാതുവാണ് സത് ധാതു. വിശരണം എന്ന് പറഞ്ഞാൽ നാശം, ഗതി എന്ന് പറഞ്ഞാൽ ഗമനം, അവസാദനം എന്ന് പറഞ്ഞാൽ ക്ഷയം. നേരത്തെ പറഞ്ഞതാണ്. ആ ധാതു പാണിനി മഹർഷി പറയണത് സത് വിശരണഗതി അവസാദനേഷു എന്ന ധാതു. ഈ പാണിനീയത്തിൽ ധാതു നിർദ്ദേശിക്കുമ്പോൾ ധാതുവിൻ്റെ അർത്ഥവും പറയും. ആ പറയുന്ന അർത്ഥമേ ഉള്ളൂ എന്നർത്ഥമില്ല, പക്ഷേ മുഖ്യ അർത്ഥങ്ങൾ അതായിരിക്കും. ധാതുവിന് അർത്ഥം മാറും കേട്ടോ. ഉപസർഗം വരുമ്പോൾ ധാതുവിൻ്റെ അർത്ഥം മാറും. 1. 2, പല ധാതുക്കളും പാണിനി പറഞ്ഞ അർത്ഥത്തിൽ മാത്രമല്ലാതെ ആചാര്യന്മാർ പ്രയോഗിച്ച് അർത്ഥാധിക്യം വന്നിട്ടുണ്ട്. അത് ഭാഷയിലൊക്കെ അങ്ങനെ തന്നെയാണ്, അത് അനുവദനീയമാണ്. ധാതു കർശനമല്ല ധാതു അർത്ഥം, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ധാതു അർത്ഥം കർശനമല്ല. അപ്പോൾ പാണിനി മഹർഷി പറഞ്ഞത് ഈ 3 അർത്ഥങ്ങളാണ്. എന്തൊക്കെയാണ്? വിശരണം, ഗതി, അവസാദനം. ഇതാണ് ഈ സത് ധാതുവിന് അർത്ഥം പറഞ്ഞത്. 1400 ചില്ലാൻ ധാതുക്കളാണ്, 1490 എത്രയോ ധാതുക്കളാണ് പാണിനി പറഞ്ഞത്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഉപസർഗങ്ങൾ ചേർത്തിട്ടാണ്, പ്രത്യയം ചേർത്തിട്ടാണ്. പ്രത്യയം ചേരുമ്പോൾ അർത്ഥം മാറും, ഉപസർഗം ചേരുമ്പോൾ അർത്ഥം മാറും. അങ്ങനെയാണ്. ഏതായാലും ശരി, നമ്മൾ വ്യാകരണത്തിലേക്ക് അധികം പോണില്ല. അപ്പോൾ വിശരണഗതി അവസാദനാർത്ഥത്തിലുള്ള സത് ധാതുവിന്
കിപ്പ് പ്രത്യയം വരിക. സർവ്വധാതുക്കളോടുകൂടെ വരാവുന്ന പ്രത്യയമാണ് കിപ്പ്. എല്ലാ ധാതുക്കളോടുകൂടെ കർത്തർത്ഥത്തിൽ വരാവുന്നതാണ് കിപ്പ്. ഈ കിപ്പിൻ്റെ വിശേഷം എന്താ വെച്ചാൽ കിപ്പ് മുഴുവൻ പോവും. ചില പ്രത്യയങ്ങൾ വന്നാലേ ആ പ്രത്യയം കുറച്ച് ശേഷിക്കും. ചില പ്രത്യയങ്ങൾ മുഴുവൻ പോവും. ഈ കിപ്പ് മുഴുവൻ പോവും. അപ്പോൾ സൂത്രമൊക്കെ പറയണ ചിലൊക്കെ പ്രശ്നമാണ് അല്ലേ? അവിടെ 3 സൂത്രങ്ങളുണ്ട് കിപ്പ് മുഴുവൻ പോകാൻ. 3 സൂത്രങ്ങൾ പ്രവർത്തിക്കും. അതൊക്കെ വെറുതെ തല ചൂടാക്കണ്ട. വ്യാകരണം പഠിക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിക്കുക. ലശക്വതദ്ധിതയെന്ന് പറഞ്ഞിട്ട് ക് പോവും, വേരപൃക്തസ്യ എന്ന് പറഞ്ഞിട്ട് വ് പോവും, ഹലന്ത്യം എന്ന് പറഞ്ഞിട്ട് പ് പോവും. 3 പോയി. പിന്നെ എന്തിനപ്പോൾ ചേർത്ത്? ചില ആൾക്കാർ അങ്ങനെയാണ്, പോകാൻ വേണ്ടി വരും. പക്ഷെ വന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു ഗുലുമാൽ ഉണ്ടാക്കിയിട്ടേ അവർ പോവുള്ളൂ. അവരങ്ങനെ വര പിടിക്കാൻ കിട്ടില്ല. പക്ഷെ അവരെന്തെങ്കിലും ഈ റോഡിലൊക്കെ അങ്ങനെയാണ്. ഈ 2 വീലറുകാർ അപകടം ഉണ്ടാക്കണുണ്ട് ഒരുപാട്. അവരെവിടെയും മുട്ടില്ല, അവരങ്ങ് പോകും. ബാക്കിയുള്ളവൻ തട്ടിയിട്ടുണ്ടാവും. ഇതുപോലുള്ളൊരു പ്രത്യയമാണ് കിപ്പ്. മുമ്പ് വന്നിട്ട് ചില പ്രയോഗം ചെയ്തിട്ട് അങ്ങ് പോകും. അപ്പോൾ ഉപനിപൂർവസ്യ സദേഹ രൂപം ഉപനിഷത്ത്. ഉപനിപൂർവമായ സതിൻ്റെ രൂപമാണ് ഉപനിഷത്ത് എന്നുള്ളത്. അങ്ങനെയാണ് ഉപനിഷത്ത് ശബ്ദം ഉണ്ടായിട്ടുള്ളത്. വ്യക്തമാണല്ലോ? ഉപ പ്ലസ് നീ പ്ലസ് സത് പ്ലസ് കിപ്പ്. കിപ്പ് പോവും. സത് ഷതാവും. സത് ഷതാവണേന് നിയമമുണ്ട്. സതിരപ്രതേഹ എന്നാണ് നിയമം. സതിരപ്രതേഹ. പ്രതി അല്ലാത്തടത്ത് സത് ഷതാവും. ശരി. ഉപനിഷത് ശബ്ദേന ച വ്യാജിഖ്യാസിത ഗ്രന്ഥപ്രതിപാദ്യ വേദ്യ വസ്തുവിഷയ വിദ്യ ഉച്യതേ. കേന പുനരർത്ഥയോഗേന ഉപനിഷത് ശബ്ദേന വിദ്യ ഉച്യതേ ഇതി ഉച്യതേ. ഉപനിഷത് ശബ്ദേന ച വ്യാജിഖ്യാസിത ഗ്രന്ഥപ്രതിപാദ്യ വേദ്യ വസ്തുവിഷയ. മുറിക്കാൻ പറ്റില്ല, ഒറ്റ വാക്കാണ്, മുറിക്കാൻ പറ്റില്ല. വ്യാജിഖ്യാസിത ഗ്രന്ഥപ്രതിപാദ്യ വേദ്യ വസ്തുവിഷയ അത് തന്നെ വിദ്യ ഉച്യതേ. കേന പുനഃ അർത്ഥയോഗേന ഉപനിഷത് ശബ്ദേന വിദ്യ ഉച്യതേ ഇതി ഉച്യതേ. ഉപനിഷത് ശബ്ദം കൊണ്ട് വ്യാജിഖ്യാസിത ഗ്രന്ഥപ്രതിപാദ്യ വേദ്യ വസ്തു വിഷയയായ വിദ്യയാണ് പറയപ്പെടുന്നത്. എന്താപ്പത്? ഉപനിഷത്ത് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലായിരുന്നു. അതിനെ വിസ്തരിച്ച് പറയുമ്പോഴാണ് ഒന്നും മനസ്സിലാവാത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ പറയാം. ഉപനിഷത് ശബ്ദേന വിദ്യ ഉച്യതേ. എളുപ്പമായില്ലേ? ഉപനിഷത് ശബ്ദം കൊണ്ട് വിദ്യ പറയപ്പെടുന്നു. എളുപ്പമാണല്ലോ. എന്താണ്? ഉപനിഷത് ശബ്ദേന വിദ്യ ഉച്യതേ. ഉപനിഷത് ശബ്ദം കൊണ്ട് വിദ്യ പറയപ്പെടുന്നു. അപ്പോഴാണ് ചോദ്യം, ഏത് വിദ്യ? വ്യാജിഖ്യാസിത ഗ്രന്ഥപ്രതിപാദ്യ വേദ്യ വസ്തുവിഷയ. വ്യാജിഖ്യാസിതമായ, വ്യാജിഖ്യാസിതം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാതും ഇഷ്ടം, വ്യാഖ്യാനിക്കാൻ ഇച്ഛിക്കപ്പെടുന്നത് എന്തോ അതാണ് വ്യാജിഖ്യാസിതം. ഇപ്പോൾ ഒരാൾ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുക എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ കഠോപനിഷത്ത് എടുത്തപ്പോൾ എന്താ ശങ്കരാചാര്യസ്വാമികളുടെ ആഗ്രഹം? ഇതൊന്ന് വ്യാഖ്യാനിക്കണം എന്നാണ്. ഇതൊന്ന് വ്യാഖ്യാനിച്ച് 4 ആൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഭാഷ്യകാരനെ സംബന്ധിച്ച് ഇപ്പോൾ കഠോപനിഷത്ത് എന്താണ്? വ്യാജിഖ്യാസിതമാണ്. വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലോ വ്യാഖ്യാതമാണ്, വ്യാജിഖ്യാസിതമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 വല്ലിക്കും വ്യാഖ്യാനം എഴുതി കഴിഞ്ഞാൽ വ്യാഖ്യാതമാണ്. വ്യാഖ്യാത ഉപനിഷത്ത്, ഉപനിഷത്ത് വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് പറയാം. ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. മനസ്സിലായില്ല?
ചില സ്വാഗതങ്ങളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം. ശരിയോ തെറ്റോ? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, 100% തെറ്റാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതമാണ്. പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം എന്ന് പറയണമെങ്കിൽ പങ്കെടുത്ത സമ്മേളനം കഴിഞ്ഞാലേ പറയാൻ പാടുള്ളൂ. കാലപ്രയോഗം തെറ്റാൻ പാടില്ല. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും തെറ്റാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ചിദാനന്ദപുരി സ്വാമിക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ അപ്പം സ്വാമിക്ക് എണീക്കുക അവിടുന്ന്. ഞാൻ പോട്ടോ, എന്താ സ്വാമി സ്വാഗതം ചെയ്തില്ലേ? ഞാൻ പങ്കെടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇരിക്കണമെങ്കിൽ ഇവിടെ? ഒരു സ്ഥലത്തുനിന്നുണ്ടായി, സത്യം പറയാം, കള്ളം പറയല്ല, ഒരു സ്ഥലത്തുനിന്നുണ്ടായി, സ്വാമിയെ 2 വാക്ക് പറയാൻ ക്ഷണിച്ചു കൊള്ളുന്നു എന്ന്. ഞാൻ എഴുന്നേറ്റു, എല്ലാവർക്കും നല്ലത് വരട്ടെ, ഇനി ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. 2 വാക്ക്, 2 വാചകം. കാരണം 2 വാചകം പറയാനാണ് ക്ഷണിച്ചത്. 2 വാചകം ക്ഷണിച്ചാൽ 10 വാചകം പറയാൻ പാടുണ്ടോ? അത് അസ്ഥാനത്തല്ലേ? ചിദാനന്ദപുരി സ്വാമിയെ 2 വാചകം പറയാൻ ക്ഷണിച്ചു കൊള്ളുന്നു. അവനത് ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? 2 വാചകം പറയാം, ഇവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോകല്ലേ? അയ്യോ സ്വാമി എന്താ നിർത്തിയത്? അല്ല, എന്നെ 2 വാചകം പറയാനാണ് വിളിച്ചത്, അതുകൊണ്ട് 2 വാചകം പറഞ്ഞു. അല്ല സ്വാമി ഞാൻ ചൂടായിട്ടില്ലല്ലോ. ഒരല്പം ദേഷ്യം നിങ്ങളോടില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, ഒരു അല്പം ദേഷ്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭാഷ. അപ്പോൾ വ്യാജിഖ്യാസിതം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്നത്. വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ പിന്നെ വ്യാജിഖ്യാസിതമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യാജിഖ്യാസിത ഗ്രന്ഥത്തിൻ്റെ, കഠോപനിഷത്ത് ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വസ്തു വിഷയ, പ്രതിപാദ്യമായിരിക്കുന്ന വസ്തു, ഇതിൽ പ്രതിപാദിക്കപ്പെടുന്ന വസ്തു. വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിൽ പ്രതിപാദിക്കപ്പെട്ടതായ വിദ്യ, വസ്തു, അതാണ് വിദ്യ. അതിന് പറയുന്ന പേരാണ് ഉപനിഷത്ത്. അല്ലാണ്ട് ഈ പുസ്തകത്തിന് പറയുന്ന പേരല്ല ഉപനിഷത്ത്. ഇതെന്താണ് സാധനം? ഇത് കടലാസുകൾ കൂട്ടിക്കെട്ടിയതാണ്. ഇത് കടലാസുകൾ കൂട്ടിക്കെട്ടിയ പുസ്തകമാണ്. ഇത് കഠോപനിഷത്തല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഷ്യകാരൻ്റെ കാലത്ത് ഓലയായിരിക്കും, അല്ലെങ്കിൽ ഭൂർജപത്രമായിരിക്കും. ഒന്നുകിൽ ഭൂർജപത്രം അല്ലെങ്കിൽ ഓല. അന്ന് പേപ്പറില്ല, ഇപ്പോൾ പേപ്പറിൽ. ഇപ്പോൾ പേപ്പർ കുറവാണ് അല്ലേ? ഇപ്പോൾ ഒക്കെ ഡിജിറ്റലായി കഴിഞ്ഞു. ഇപ്പോൾ പേപ്പറും കുറഞ്ഞു, രൂപം മാറി വരും. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിദ്യയാണ് ഉപനിഷത്ത്, അല്ലാണ്ട് പുസ്തകമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അതെങ്ങനെയാണോ അത്? കേന പുനരർത്ഥയോഗേന ഉപനിഷത് ശബ്ദേന വിദ്യ ഉച്യതേ. കേന പുനരർത്ഥയോഗേന, ഏതർത്ഥയോഗം കൊണ്ടാണ് ഉപനിഷത് ശബ്ദം കൊണ്ട് വിദ്യ പറയപ്പെടുന്നത്? നിങ്ങൾക്ക് തോന്നിയോണം പറയാൻ അധികാരമുണ്ടോ? അതിൻ്റെ അർത്ഥയോഗം വേണ്ടേ? തോന്നിയോണം പറയാൻ പാടില്ല ആരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഷ എപ്പോഴും ശുദ്ധമായിട്ടേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നിഷ്കർഷയുള്ള വിഷയമാണ്. നമ്മുടെ ആചാര്യന്മാർക്ക് വളരെ നിഷ്കർഷയാണ്. ഭാഷ ശുദ്ധമായി മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ വിദ്യ കൊണ്ട് ഉപനിഷത്ത് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? നിങ്ങൾ തോന്നിയോണം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ല. സംഗതി ശങ്കരാചാര്യ ഗുരുനാഥനൊക്കെ തന്നെ. പക്ഷെ തോന്നിയോണം പറഞ്ഞാൽ സ്വീകരിക്കില്ല. പറയുന്ന മുഴുവൻ പ്രാമാണികമായിട്ട് പറയണം. അപ്പം ഏതർത്ഥയോഗം കൊണ്ടാണ് വിദ്യയെ ഉപനിഷത്തെന്ന് പറയുന്നത്? ഉച്യതേ, ദാ പറയുന്നു, കേട്ടോളൂ. എത്താണല്ലോ. ഒന്നിച്ചു പോണേ. യേ മുമുക്ഷവഃ ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണാഃ സന്തഃ ഉപനിഷശബ്ദവാച്യാം വക്ഷ്യമാണലക്ഷണാം വിദ്യാം ഉപസദ്യ ഉപഗമ്യ തന്നിഷ്ഠതയാ നിശ്ചയേന ശീലയന്തി തേഷാം അവിദ്യാദേഹേ സംസാരബീജസ്യ വിശരണാത് ഹിംസനാത് വിനാശനാത് ഇത്യനേന അർത്ഥയോഗേന വിദ്യ ഉപനിഷത് ഇത്യുച്യതേ. മൂന്നർത്ഥം പറയുന്നുണ്ട്. ആദ്യത്തെ അർത്ഥം പറയുകയാണ്, യേ മുമുക്ഷവഃ
ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണാഃ സന്തഃ ഉപനിഷശബ്ദവാച്യാം വക്ഷ്യമാണലക്ഷണാം വിദ്യാം ഉപസദ്യ ഉപഗമ്യ തന്നിഷ്ഠതയാ നിശ്ചയേന ശീലയന്തി തേഷാം അവിദ്യാദേഹേ സംസാരബീജസ്യ വിശരണാത് ഹിംസനാത് വിനാശനാത് ഇത്യനേന അർത്ഥയോഗേന വിദ്യ ഉപനിഷത് ഇതി ഉച്യത്തെ. യേ മുമുക്ഷവഃ, യാവരാണോ മുമുക്ഷുക്കൾ. ഇന്നിപ്പോൾ മലയാളത്തിൽ യാവർന്നൊന്നും ആരും പ്രയോഗിക്കാറില്ല അല്ലേ? പ്രയോഗിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം നമ്മളൊരിക്കലും സമ്പന്നരായ നമ്മൾ ദരിദ്രരാവരുത്. നമുക്ക് സമ്പത്തുണ്ട്, പിന്നെന്താ എടുത്ത് ഉപയോഗിക്കണേന്? എന്തായാലും കുറേ ആഭരണം വീട്ടിലുണ്ട്, എടുത്ത് അണിയണേന് എന്താ കുഴപ്പം? നല്ല കുഴപ്പമുണ്ടോ? എന്താ? കള്ളന്മാർ കൊണ്ടുപോകുന്നില്ല, ഭാഷ ബഹുമാനിക്കുകയുള്ളൂ കാണുന്നവരൊക്കെ. പൊതുവെ ഇന്ന് എന്നുള്ളതിന് ഏവർ എന്നാണ് അർത്ഥം പറയുക. ഏവർ എന്നർത്ഥം പറഞ്ഞാൽ കെ എന്നുള്ളതിന് എന്താ അർത്ഥം പറയുക? ഏവർ. അപ്പോൾ രണ്ട് ശബ്ദമില്ലല്ലോ, ഒരേ ശബ്ദമല്ലേ ഉള്ളൂ. അതുകൊണ്ട് യാവർ തന്നെ പറയണമെന്നാണ് നമ്മുടെ അഭിപ്രായം. സ്വാമി പഴയ ഭാഷയാണ് ഉപയോഗിക്കണമെന്ന് കളിയാക്കും ആൾക്കാർ. ആയിക്കോട്ടെ, ഞാൻ പഴമക്കാരനാണെന്ന് പറഞ്ഞോളൂ, വിരോധമില്ല. യത് ശബ്ദം ഉപയോഗിക്കണമെങ്കിൽ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കണം. അത് കിം ശബ്ദത്തിൻ്റെ അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ യാവർ തന്നെ പറയണം. ഇഷ്ടമില്ലാത്തവർ പറയണ്ട കേട്ടോ, ഇഷ്ടമില്ലാത്തവർ ഏവർ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ യാവർ ഏ മുമുക്ഷവഃ, യാവ മുമുക്ഷുക്കളാണോ. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം ഇച്ഛിക്കുന്നവർ. ഈ സംസാരത്തിൽ ഞാൻ ജനിച്ചിട്ടുള്ളത്, മനുഷ്യനായി ജനിച്ചിട്ടുള്ളത് മുക്തിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കാനാണ്, സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാനാണ് എന്ന ബോധമുള്ളവർ, അവരാണ് യേ മുമുക്ഷവഃ. എന്താ അവരുടെ ലക്ഷണം? അവരുടെ ലക്ഷണം എന്താണ്? മുമുക്ഷുവിൻ്റെ ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണാഃ, ദൃഷ്ടവും ആനുശ്രവികവുമായ വിഷയങ്ങളിൽ വിതൃഷ്ണന്മാരാണ് അങ്ങനെയുള്ള മുമുക്ഷുക്കൾ. ദൃഷ്ടം എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടത്, അനുഭവിക്കപ്പെട്ടത്, ഈ ലോകത്തിൽ അറിഞ്ഞത്. ആനുശ്രവികം എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെട്ടത്. ആനുശ്രവികം, കേൾക്കപ്പെട്ടത്. രണ്ട് തരം വിഷയമുള്ളത്. ഒന്ന് അനുഭവിച്ചത്, പിന്നെ രണ്ട് അനുഭവിക്കാനുള്ളത്. അല്ലേ, കണ്ടല്ലേ? അനുഭവിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കേട്ടതാണ്. സ്വർഗത്തിൽ അപ്സരസ്സുകളുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഗന്ധർവന്മാരുണ്ട്, അവർ നല്ല പാട്ട് പാടും, മറ്റവർ നല്ല നൃത്തം ചെയ്യും. ഏറ്റവും നല്ല രസമുണ്ടതിന്. നല്ലൊരു സുന്ദരീനെ കണ്ടാൽ പറയാം അപ്സരസിനെ പോലുണ്ട്. എന്ത് വിട്ടിത്താ പറയണമെന്ന് ആലോചിച്ച് നോക്കൂ. സുന്ദരീനെ അവൻ കണ്ടതാണ്, അപ്സരസിനെ അവൻ കണ്ടതല്ല. കാണാത്തതിനെയാണ് ഉപമിക്കണത്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്സരസിനെ കണ്ടിട്ട് നല്ലൊരു സുന്ദരീനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. അത് ശരിയാണ്, കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഓ, ഗന്ധർവൻ്റെ പാട്ട് പോലുണ്ട്. എന്തൊരു പൊട്ടത്തരടാ പറയണത്. നീ ഗന്ധർവനെ കേട്ടിട്ടുണ്ടോ? ആനുശ്രവികമാണ്, ആനുശ്രവികം. കാമധേനുണ്ട്, ഉച്ചൈശ്രവസുണ്ട്, ഐരാവതമുണ്ട്. ഇതൊക്കെ നമ്മൾ കേട്ടതാ. അവിടെ പോയാൽ നല്ല സുഖമാണ്, ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും വകയുണ്ട്. ഇതൊക്കെ ആനുശ്രവികമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിലേക്ക് നമുക്കൊരു താല്പര്യം തോന്നും, ആഗ്രഹം വരും.
സ്വർഗത്ത് പോയാൽ തരക്കേടില്ല. മദ്യം ഇഷ്ടം പോലെ കിട്ടും, 72 ഹൂറികൾ കൊണ്ടത്തരും. അതെ, അത് കേട്ട് കഴിഞ്ഞാൽ ഒരു സുഖം, ഒരു സന്തോഷം. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും എത്തണം. അത് പൊട്ടിത്തെറിച്ചാലും ഒന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല, ഏത് ബോംബ് വെക്കാനും തയ്യാറാണ്. കാരണം അവിടെ എത്തണം, അത്രയേ ഉള്ളൂ. അത് ആനുശ്രവികമാണ് കേൾക്കുന്നത്. അപ്പോൾ കണ്ടതും കേട്ടതുമായ സകല വിഷയങ്ങളിലും തൃഷ്ണ പോയവർ. നോക്കൂ, നമ്മളിപ്പോൾ സ്വർഗത്ത് പോയി എന്ന് വിചാരിക്കുക, കഷ്ടകാലത്തിന് സ്വർഗത്ത് പോയി എന്ന് വിചാരിക്കുക. ഒരു ഹിന്ദുവും ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയും നമുക്ക് പുതുതായിട്ടൊരു കരണം ഉണ്ടാവും എന്ന് പറയുന്നില്ല. വേദത്തിലില്ല, പുരാണങ്ങളിലില്ല, ബൈബിളിലില്ല, ഖുറാനിലില്ല. പുതിയൊരു കരണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ പോയാലും നമുക്ക് ആസ്വദിക്കാൻ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ? അല്ല, എന്താ അഭിപ്രായം? കാരണം പുതിയ ഉണ്ടാവണില്ല മനുഷ്യന്. അവിടെ അനുഭവം പുതിയ ഉണ്ടാവുന്നുണ്ട്, ശരിയാ. പക്ഷെ അനുഭവിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നാൽ പോരെ, അങ്ങോട്ട് പോകണോ? ഇതൊക്കെ തന്നെയല്ലേ അവിടെ പോയാലും. റേഞ്ച് കൂടും, അതിൻ്റെ ഒരു ഗ്രേഡ് കൂടുന്നാണ് പറയണത്, അതിൻ്റെ ഡിഗ്രി കൂടും. ശരിയാ, ഗന്ധർവൻ്റെ പാട്ട് അത് ശരിയാ. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സാധാരണ ഒരു ഗായകൻ്റെ പാട്ട് കേൾക്കുന്നതും യേശുദാസിൻ്റെ പാട്ട് കേൾക്കണം വ്യത്യാസമുണ്ടല്ലോ. യേശുദാസിൻ്റെ കേൾക്കുന്നതും വേറൊരാളുടെ കേൾക്കണം വ്യത്യാസമില്ലേ? അത് ശരിയാ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ബുദ്ധിയുള്ളവർക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഉള്ള പോലെയൊക്കെ തന്നെയാണ് അവിടെ ഉള്ള പോലെയൊക്കെ തന്നെയാണ് ഇവിടെ എന്ന് മനസ്സിലാവും. അല്ലാതെ ഇവിടുന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എന്തൊക്കെയോ തോന്നും. അവിടെ പോയാലുണ്ടല്ലോ എന്താ കഥ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ അവിടെ പോയി നോക്കുമ്പോൾ അല്ലേ മനസ്സിലാകും ഒരു കഥയില്ല, ഇവിടെ പോലെ തന്നെയാണ്. അതെ, ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് ഓരോരുത്തർ പറഞ്ഞ് പൊലിപ്പിച്ച് എന്തൊക്കെയോ അല്ലേ, ഓരോരുത്തരുടെ ഈ മതപ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കോരി തരിക്കും. പറയണ എപ്പോൾ അവൻ പോയി വന്നാന്ന് വിചാരിക്കും. എന്ത്, അവൻ പോയിട്ടുണ്ടോ? വെറുതെ വിഡ്ഢിത്തം പറയാന്നല്ലാണ്ട് എന്താ? അതുണ്ട് ഈ ഇസ്ലാമിക മതപ്രസംഗക്കാർ. അതുപോലെ സ്വർഗവർണ്ണനക്കാരുണ്ട് ഈ പുരാണങ്ങളിലൊക്കെ. ഭാഗവതത്തിലൊക്കെ സ്വർഗവർണ്ണനയൊക്കെ വരുമ്പോൾ ചിലരുടെ പറച്ചിൽ കേട്ടാൽ വിചാരിക്കുക അവനിപ്പോൾ പോയിട്ട് വരികയെന്ന്. അത് പറയുക തന്നെ ആനുശ്രവികമാണ്. ഇപ്പം ദൃഷ്ടവും ആനുശ്രവികവും. ഇപ്പം ദൃഷ്ടവും ആനുശ്രവികവുമായ വിഷയങ്ങളിൽ മുഴുവൻ വിതൃഷ്ണ വന്നവർ, ആഗ്രഹം അടങ്ങിയവർ, ഇതൊക്കെ തന്നെയാണ് അവിടെ. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? ഇതിലേറ്റവും സങ്കടം നമുക്കാട്ടോ, ഹിന്ദുക്കൾക്കാണ്. ഞാൻ അതും പറയണമല്ലോ. അതെന്താ സ്വാമി സങ്കടം? അതായത് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും വകയുണ്ട് സ്വർഗത്തിൽ. അങ്ങനെ കുന്നുപോലെയാണ് മധുരപലഹാരങ്ങൾ, വലിയ തടാകങ്ങളിൽ പായസങ്ങളൊക്കെയാണ്. പക്ഷേ വിശപ്പും ദാഹവും ഉണ്ടാവില്ല. അപ്പോൾ എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. എന്താ ഭഗവാനെ, ഹിന്ദു ആവണ്ടായിരുന്നു. കാരണം വിശപ്പും ദാഹം ഉണ്ടാവില്ല. പിന്നെ എന്തിനാ അതൊക്കെ? പിന്നെ അവിടെ വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് വല്ല മരുന്നും കഴിച്ച് വിശപ്പും ദാഹം ഉണ്ടാക്കിയിട്ട് വേണം പോവുക. അതെ അതെ, എപ്പോഴും തിന്നോണ്ടിരുന്നാൽ വിശപ്പുണ്ടാവില്ല. അയ്യോ, വലിയ പ്രശ്നമാണത്. ഡോക്ടർമാരാണെച്ചാൽ വളരെ കുറവും. 2 ഡോക്ടർമാരേ ഉള്ളൂ ആകെ, അശ്വിനി കുമാരന്മാർ. പിന്നെ പ്രത്യേകം പോകണം സർജന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ. അത് പിതൃദേവന്മാർ. പിതൃലോകത്ത് ധാരാളമുണ്ട് ഡോക്ടർമാർ. തമാശ പറയല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് ആരെങ്കിലും ആഗ്രഹിക്കുമോ അവിടെ പോകാൻ? ഇവിടെ തന്നെ സന്തോഷം. അങ്ങനെ ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ, പരലോകത്തിലുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ ആഗ്രഹം അടങ്ങിയവരാണ് മുമുക്ഷുക്കൾ. ഇവയിൽ ആഗ്രഹമുണ്ടോ? മുമുക്ഷു അല്ല. അവനാരാണ്? ബുഭുക്ഷുവാണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ സ്വയം നിശ്ചയിക്കണം
വെറുതെ പുറത്ത് ആരോടും കാണിച്ചിട്ട് കാര്യമില്ല. മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ വലിയ മുമുക്ഷുവാന്ന് കാണിച്ചുകൊണ്ട് കാര്യമില്ല. അവനോ സ്വയം എനിക്ക് ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ആഗ്രഹം ഇനി ശേഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് വേണം? അത് നേടാൻ ശ്രമിക്കണം. അവനിവിടെ ഉപനിഷത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ലോകത്തിലെ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നത് തെറ്റാണോ, പാപമാണോ? ഒരിക്കലുമല്ല. ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ആഗ്രഹിക്കുമ്പോൾ അത് നേടാൻ ശ്രമിക്കുക. എനിക്ക് പെണ്ണ് വേണം, പെണ്ണിനെ നേടാൻ ശ്രമിച്ചോളൂ. എനിക്കൊരാണ് വേണം, ആണിനെ നേടാൻ ശ്രമിച്ചോളൂ. പണം വേണം, പണം നേടാൻ ശ്രമിച്ചോളൂ. നല്ലതാണ്. എത്ര നന്നായി ശ്രമിക്കാമോ അത്രയും നന്നായി ശ്രമിക്കുക. അല്ലാണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് പുറമെ ഞാൻ വലിയ മുമുക്ഷുവാണെന്ന് അഭിനയിച്ചാൽ അത് മിഥ്യാചാരത്വമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് കാമശാസ്ത്രം തന്നു, അർത്ഥശാസ്ത്രം തന്നു, ധർമ്മശാസ്ത്രം തന്നു. ഓരോരുത്തർക്ക് അവനവൻ്റെതിനനുസരിച്ച് പോകാൻ വഴിയുണ്ട്. എന്നാൽ അതിലൊന്നും താത്പര്യമില്ല. ഈ ലോകത്തിലെ വിഷയങ്ങളിലും പരലോകത്തിലെ വിഷയങ്ങളിലും ആഗ്രഹമടങ്ങി. ദൃഷ്ടാനുശ്രവിക വിഷയവിതൃഷ്ണാഹ മുമുക്ഷവഃ. അങ്ങനെയുള്ളവർ, ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ളവർ ഉപനിഷത് ശബ്ദവാച്യാം വക്ഷ്യമാണ ലക്ഷണം. ഉപനിഷത്ത് എന്ന ശബ്ദത്താൽ പറയപ്പെടുന്നതും വക്ഷ്യമാണ ലക്ഷണം, ഇനി പറയാൻ പോകുന്ന ലക്ഷണത്തോടു കൂടിയതും, ഇനി പറയാൻ പോകുന്ന ലക്ഷണത്തോടു കൂടിയതുമായ വിദ്യയെ, അറിവിനെ ഉപസദ്യ, അടുത്തു പോയിട്ട്, വിദ്യയുടെ അടുത്ത് പോയിട്ട്, ഉപഗമ്യ. അതെങ്ങനെയാണ് വിദ്യയുടെ അടുത്ത് പോവുക? അതിവിടെ പറയാൻ പോകുന്നുണ്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ. എന്തായാലും വിദ്യയുടെ അടുത്ത് പോയിട്ട്, ദൂരെ നിന്നിട്ടല്ല. തന്നിഷ്ഠതയാ നിശ്ചയേന ശീലയന്തി. തന്നിഷ്ഠയോട് കൂടിയിട്ട് നിശ്ചയേന ആ വിദ്യയെ സേവിക്കുന്നുവെങ്കിൽ, ശീലിക്കുന്നുവെങ്കിൽ, ശീലിക്കുക, സേവിക്കുക, ഇതൊക്കെ നമ്മുടെ നല്ല ശബ്ദങ്ങളാണ്. മരുന്ന് കഴിക്കുക എന്നൊന്നും നമ്മൾ പറയാറില്ല അല്ലേ? വൈദ്യന്മാർ സേവിക്കുക എന്നാണ് പറയുക. അതുപോലെ ഇതിനെ ശീലിക്കുക. ഈ വിദ്യയെ നല്ലപോലെ ശീലിക്കണം, ശീലമാക്കണം. എങ്ങനെയാണ് ശീലാക്കുക? ദിവസവും ശ്രവണ മനന നിരിധ്യാസങ്ങളിലൂടെ ഈ വിദ്യയെ ശീലിക്കണം നല്ല പോലെ. നിശ്ചയേന, നിശ്ചയബുദ്ധിയോടുകൂടി വേണം. സംശയം വേണ്ട. ശരിയാണോ അല്ലയോ, വേണോ വേണ്ടയോ, ഇങ്ങനെയുള്ള സങ്കല്പ വികല്പങ്ങൾക്കൊക്കെ ഉപരി നിശ്ചയാത്മികമായ ബുദ്ധിയോടുകൂടി ആരാണോ ഈ വിദ്യയെ ശീലിക്കുന്നത്, തേഷാം, അവർക്ക്, അഥവാ അവരുടെ, അവിദ്യാദേഹേ സംസാരബീജസ്യ വിശരണാത്, അവിദ്യാദിയായ സംസാരബീജം നിശേഷം നശിച്ചു പോകും. ഈ സംസാരത്തിൻ്റെ വീണ്ടും വീണ്ടും ജനിക്കുക, മരിക്കുക, ഈ കഷ്ടപ്പാടുകൾ, ഈ അസ്വാതന്ത്ര്യങ്ങൾ, ഇതിൻ്റെ മുഴുവൻ ബീജം നശിച്ചു പോകും. ഹിംസനാത്, ഹിംസിക്കപ്പെടുന്നത് കൊണ്ട്, വിനാശനാത്, വിശേഷേണ നശിച്ചു പോകുന്നത് കൊണ്ട്, ഇത്യനേന അർത്ഥയോഗേന, ഈ അർത്ഥയോഗം കൊണ്ട് വിദ്യ ഉപനിഷത്താണ്. അതിപ്പോൾ ഏതാ പറഞ്ഞത്? മനസ്സിലായില്ലല്ലോ. നോക്കൂ, ഉപനിഷത് അല്ലേ പറഞ്ഞത്? സതിന് മൂന്നർത്ഥങ്ങൾ പറഞ്ഞില്ലേ? ഒന്ന് വിശരണം, രണ്ട് ഗതി, മൂന്ന് അവസാദനം. അതിൽ വിശരണം എന്നുള്ള അർത്ഥം അപ്പോൾ പറഞ്ഞത്. പൂർണ്ണമായി നശിച്ചു പോകുന്നു. എന്ത്? സംസാരത്തിൻ്റെ മൂലകാരണമായ അജ്ഞാനം. അജ്ഞാനം നശിച്ചാലോ മോക്ഷമായി, സംസാരം നശിച്ചു. ആർക്ക്? ആര് ഈ വിദ്യയെ അരികെ പ്രാപിച്ച് നിശ്ചയേന ശീലിക്കുന്നുവോ അവർക്ക്. അങ്ങനെയാണ് ഉപ പ്ലസ് നി പ്ലസ് സത് എന്നർത്ഥം വന്നത്. വ്യക്തമാണല്ലോ? വ്യക്തമല്ലേ? എന്താ വ്യക്തമല്ലേന്ന് ചോദിക്കുമ്പോഴും ഒരു ഭാവം, അല്ല എന്ന് പറയുമ്പോഴും ഒരു ഭാവം. വ്യക്തമാണോ?
ശരി, തോന്നിയണം പറയാണോ നിങ്ങൾ? അല്ല. തഥാച വക്ഷ്യതി നിചായ്യതം മൃത്യുമുഖാത് പ്രമുച്യത്തെ ഇതി. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ തോന്നിയോണം പറയുകയാണോ? ഏയ്, ഞാൻ തോന്നിയോണമൊന്നും പറയാല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? തഥാച വക്ഷ്യതി നിചായ്യതം മൃത്യുമുഖാത് പ്രമുച്യത്തെ. ഇവിടെ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിനെ വേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ മരണത്തിൻ്റെ മുഖത്തിൽ നിന്ന് രക്ഷപ്പെടും. മരണത്തിൻ്റെ മുഖത്തു നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് വിശരണാർത്ഥം. വ്യക്തമാണോ? ഇനി വേറെ അർത്ഥം എന്താ പറഞ്ഞത്? ഗതി. അത് നോക്കാം. ഗതി എങ്ങനെയാ? പൂർവോക്ത വിശേഷണാൻ മുമുക്ഷൂൻ വാ പരം ബ്രഹ്മ ഗമയതി ഇതി ബ്രഹ്മഗമയിതൃത്വേന യോഗാത് ബ്രഹ്മവിദ്യ ഉപനിഷത്. പൂർവോക്ത വിശേഷണാൻ മുമുക്ഷൂൻ വാ പരം ബ്രഹ്മ ഗമയതി ഇതി ബ്രഹ്മഗമയിതൃത്വേന യോഗാത് ബ്രഹ്മവിദ്യ ഉപനിഷത്. നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളോടുകൂടിയ മുമുക്ഷുക്കളെ ശ്രദ്ധിക്കണേ. നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളോടുകൂടിയ മുമുക്ഷുക്കളെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണന്മാരായ മുമുക്ഷുക്കളെ എന്നാ അല്ലേ? ആണല്ലോ. അതല്ലേ നേരത്തെ പറഞ്ഞ വിശേഷണം. ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണാഹ മുമുക്ഷവഹ എന്നാണ് നേരത്തെ പറഞ്ഞത്. കണ്ടതും കേട്ടതുമായ വിഷയങ്ങളിൽ നിന്ന് വിരക്തി വന്നവർ. നമുക്ക് കണ്ടതിൽ പലതിലും നമുക്ക് വിരക്തി വന്നിട്ടുണ്ടാവും, പക്ഷെ കേട്ടതിൽ വിരക്തി വന്നിട്ടുണ്ടാവില്ല. ഇനിയും കേൾക്കുമ്പോൾ വേണം തോന്നും. അപ്പം അപ്പുറത്ത് വേറൊന്നുണ്ട് കേൾക്കുമ്പോൾ അവിടെ പോകണം തോന്നും. അതാണ്. അപ്പം കണ്ടതും കേട്ടതുമായ, ഇനി കേൾക്കാനുള്ളതുമായ, അതുകൊണ്ടല്ലോ ശ്രോതവ്യസ്യ ശ്രുതസ്യ ജാന. കേട്ടതും കേൾക്കാനും, എന്ത് കേട്ടാലും എനിക്കൊരു കുലുക്കവും വരാൻ പോണില്ല. അവനാണ്. എടാ അപ്സരസുകളുണ്ട്, സാരല്ല, അവിടെ ഇരുന്നോട്ടെ. ഉർവശി, രംഭ, മേനക, പിന്നാരാ തിലോത്തമ, എത്ര പേരാ. എന്തായിരിക്കുന്ന നീ വിചാരിച്ചതടാ? അവരവിടെ ഇരുന്നോട്ടെ, എനിക്കെന്ത് വേണം? സന്തോഷം. അവരിവിടെ വേണം, അവിടെയും വന്നിരുന്നോട്ടെ, ഒരു വിശേഷവും ഇല്ല. അവിടെ നല്ല സുരണ്ടത്, നല്ല സുരാപാനം ചെയ്യാം. നല്ല സുരയാണ്, നല്ല സോമലതയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പെട്ടെന്ന് ലഹരിയൊന്നും ആവില്ല, പക്ഷെ പിന്നെ ആയി കഴിഞ്ഞാലോ പോവുകയില്ല. ആ ജാതി സാധനമാണ്. ആയിക്കോട്ടെ, എനിക്ക് താല്പര്യമില്ല, നീ കഴിച്ചോളൂ, നീ കഴിക്കണേന് എനിക്ക് വിരോധമില്ല. അവരാണ് ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണാഹ. ആ വാക്കുകൾ ഓർമ്മിക്കണം. അങ്ങനെയുള്ള മുമുക്ഷുക്കൾക്ക് അവരെ പരംബ്രഹ്മഗമയതി, പരബ്രഹ്മത്തിലേക്ക് അറിയിക്കുന്നു, ബോധിപ്പിക്കുന്നു, പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു. ഇതി ബ്രഹ്മഗമയിതൃത്വേന, ബ്രഹ്മപ്രാപ്തിക്ക് കാരണമാകുന്നു എന്ന അർത്ഥയോഗം കൊണ്ട് ബ്രഹ്മവിദ്യ ഉപനിഷത്താണ്. ഏതർത്ഥത്തിൽ? ഗത്യർത്ഥത്തിൽ. ഉപനി ചേർക്കണേ. ഉപനി എങ്ങനെയാണ് ചേർക്കേണ്ടത്? ആരാണോ സമീപത്തിൽ പൂർണ്ണമായി പ്രാപിക്കുന്നത് ഓരോന്നിനോടും കൂട്ടിച്ചേർത്തോളണം. ഉപനി കൂട്ടിച്ചേർക്കണം. സതിന് മാത്രമേ അർത്ഥം പറയുന്നുള്ളൂ. ഭഗവാൻ ഭാഷ്യകാരൻ ചുരുക്കി പറയുന്നതിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ ഉപനി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പറയില്ല. പിന്നെ സതിൻ്റെ പുതിയ അർത്ഥമാണ് പറയണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉപനി ചേർത്ത് മനസ്സിലാക്കണം. മനസ്സിലാവുണ്ടോ? ശരി. ഇത് നിങ്ങൾ തോന്നിയോണം പറയുകയാണോ? ഏയ്, ഞാൻ തോന്നിയോണം പറയല്ല. തഥാച വക്ഷ്യതി, അങ്ങനെ പറയാൻ പോണുണ്ട്.
ബ്രഹ്മപ്രാപ്തോ വിരജോഭൂത് വിമൃത്യുഃ തഥാ ച വക്ഷ്യതി ബ്രഹ്മപ്രാപ്തോ വിരജോഭൂത് വിമൃത്യുഃ. ബ്രഹ്മപ്രാപ്തനായി തീർന്നു, എല്ലാ അജ്ഞാനവും നീങ്ങിയവനായി തീർന്നു, മരണത്തെ ജയിച്ചവനായി തീർന്നു എന്ന് പറയാൻ പോകുന്നുണ്ട് ഇവിടെ കഠോപനിഷത്തിൽ. അതുകൊണ്ട് ബ്രഹ്മപ്രാപ്തിക്ക് കാരണമാകുന്നു, അജ്ഞാനത്തിന് നാശകമാകുന്നു. രണ്ടർത്ഥം പറഞ്ഞു, വിശരണം, ഗതി. ഇനി മൂന്നാമത്തെ അർത്ഥം പറയുകയാണ്. അതേതാണ്? അവസാദനാർത്ഥം. ലോകാദിബ്രഹ്മജ്ഞഃ യഃ അഗ്നിഃ തദ്വിഷയായാഃ വിദ്യായാഃ ദ്വിതീയേന വരേണ പ്രാർത്ഥ്യമാനായാഃ സ്വർഗലോകഫലപ്രാപ്തിഹേതുത്വേന ഗർഭവാസജന്മജരാദ്യുപദ്രവവൃന്ദസ്യ ലോകാന്തരേ പൗനഃപുന്യേന പ്രവൃത്തസ്യ അവസാദയിതൃത്വേന ശൈഥില്യാപാദനേന ധാത്വർത്ഥയോഗാത് അഗ്നിവിദ്യ അപി ഉപനിഷദിത്യുച്യതേ. ലോകാദിബ്രഹ്മജ്ഞഃ യഃ അഗ്നിഃ തദ്വിഷയായാഃ വിദ്യായാഃ ദ്വിതീയേന വരേണ പ്രാർത്ഥ്യമാനായാഃ സ്വർഗലോകഫലപ്രാപ്തിഹേതുത്വേന ഗർഭവാസജന്മജരാദ്യുപദ്രവവൃന്ദസ്യ ലോകാന്തരേ പൗനഃപുന്യേന പ്രവൃത്തസ്യ അവസാദയിതൃത്വേന ശൈഥില്യാപാദനേന ധാത്വർത്ഥയോഗാത് അഗ്നിവിദ്യ അപി ഉപനിഷദിത്യുച്യതേ. ഇവിടെ ശ്രദ്ധിക്കണേ, ഭഗവാൻ ഭാഷ്യകാരൻ ഉപനിഷത് ശബ്ദത്തിന് മുണ്ടകോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്തിലുമൊക്കെ അർത്ഥം പറയുമ്പോൾ അവസാദനം എന്നുള്ള ധാത്വർത്ഥം എടുത്തിട്ട് അജ്ഞാനം അഥവാ കർമ്മബന്ധം പൂർണ്ണമായി ക്ഷയിക്കുന്നു എന്നുള്ള അർത്ഥമാണ് എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, കർമ്മബന്ധനം പൂർണ്ണമായി ക്ഷയിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. എന്നാൽ കഠോപനിഷത്തിൽ മാത്രം ആ അർത്ഥമല്ല എടുക്കുന്നത്. കഠോപനിഷത്തിൽ വേറൊരർത്ഥമാണ് പറഞ്ഞു തരുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഠോപനിഷത്തിൽ 3 വരങ്ങളാണ് യമനോട് നചികേതസ് ചോദിക്കുന്നത്. ഒന്നാമത്തെ വരം ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ വരം സ്വർഗലോകവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വിസ്തരിച്ച് പഠിക്കാം. അപ്പം രണ്ടാമത്തെ വരമായിട്ട് സ്വർഗലോകത്തിന് കാരണമായ അഗ്നിവിദ്യ ഉപദേശിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ വിദ്യ ഉപദേശിച്ചു യമൻ. രണ്ടാമത്തെ വരമായിട്ട് ആത്മജ്ഞാനമല്ല, ആത്മജ്ഞാനം മൂന്നാമത്തെ വര. രണ്ടാമത്തെ വരമായിട്ട് അഗ്നിവിദ്യ ഉപദേശിച്ചു യമൻ. ആ അഗ്നിവിദ്യയുടെ ഫലമായിട്ട് സ്വർഗപ്രാപ്തി ഫലം പറഞ്ഞു. വാസ്തവത്തിൽ ഉപനിഷത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും സ്വർഗപ്രാപ്തിയല്ല. അത് അജ്ഞാനനാശമാണ്, കർമ്മക്ഷയമാണ്. ഉപനിഷത് അർത്ഥത്തിൽ അവസാദനം എന്നുള്ളതിന് കർമ്മക്ഷയം എന്നാണ് അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കഠോപനിഷത്തിൻ്റെ സന്ദർഭമനുസരിച്ച്, ഒന്നുകൂടി പറയാം, കഠോപനിഷത്തിൻ്റെ സന്ദർഭമനുസരിച്ച് ഇവിടെ സ്വർഗപ്രാപ്തിക്ക് കാരണമായ വിദ്യ ഉപദേശിക്കപ്പെടുന്നുണ്ടല്ലോ എന്നൊന്ന് പരിഗണിച്ചു ശങ്കരാചാര്യസ്വാമികൾ. എന്നിട്ട് സത് ധാതുവിൻ്റെ അവസാദനാർത്ഥം അങ്ങനെ അങ്ങോട്ട് ഘടിപ്പിച്ചു. എങ്ങനെ? ഈ അഗ്നിവിദ്യയെ നല്ലതുപോലെ സേവിച്ചാൽ സ്വർഗത്തിലെത്തുമല്ലോ. അങ്ങനെ സ്വർഗത്തിലെത്തിയാൽ വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ള പൊല്ലാപ്പ് കുറച്ചു കാലത്തേക്ക് ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ ആയാലും ഉപനിഷത്താവുമല്ലോ.
അത് ശരിക്കുള്ള ഉപനിഷത്തല്ല കേട്ടോ. കുറച്ചൊന്ന് ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ അത് തന്നെ കോംപ്രമൈസ്, അത് തന്നെയാണ് ശരിയായ വാക്ക്. അതെന്തിനാ കോംപ്രമൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ കഠോപനിഷത്തിൽ യമൻ ഇങ്ങനെ രണ്ടാമത്തെ വരായിട്ട് അഗ്നിവിദ്യയൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിനൊരു വില കൽപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ അഗ്നിവിദ്യ വേണ്ടതുപോലെ സേവിച്ചാൽ സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തിയാൽ വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ളത് കുറച്ചു കാലത്തേക്ക് ഇല്ലാണ്ടാവും. അപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും അവസാദനം വരും. എന്തിന്? ഈ ജനന മരണ ചക്രഗതിക്ക്. അങ്ങനെയും പറയാമെന്നാണ്. ഇതല്ല ശരിയായ അർത്ഥേ. ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മുണ്ടകോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്തിലും അർത്ഥം പറഞ്ഞെടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അജ്ഞാനം കർമ്മബന്ധനത്തിന് അവസാദനം വരും എന്നുള്ളത് കൊണ്ടാണ്. അതാ സ്വീകരിക്കേണ്ടത്. ഇത് തള്ളണം എന്നല്ല പറഞ്ഞത്, ഇതിവിടെ സ്വീകരിക്കുക. ഇപ്പോൾ അതാ അർത്ഥം. നോക്കൂ, ലോകത്തിൻ്റെ ആദിയായ യാതൊരഗ്നിയുണ്ടോ? ബ്രഹ്മയജ്ഞൻ എന്ന് പറഞ്ഞാൽ അഗ്നി, ബ്രഹ്മയജ്ഞൻ ജാതവേദസ് എന്നൊക്കെ പറഞ്ഞാൽ അഗ്നി എന്നർത്ഥം. യാതൊരഗ്നിയുണ്ടോ? ആ അഗ്നിയെ സംബന്ധിക്കുന്ന വിദ്യ രണ്ടാമത്തെ വരം കൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ടുവല്ലോ. ആരാൽ? നചികേതസിനാൽ പ്രാർത്ഥിക്കപ്പെട്ടു. അത് സ്വർഗഫലപ്രാപ്തിക്ക് കാരണമാണ്. അതുകൊണ്ട് ഗർഭവാസ ജന്മജരാദ്യുപദ്രവ വൃന്ദസ്യ ലോകാന്തരെ പൗനഃപുണ്യേന പ്രവൃത്തസ്യ അവസാദ ഇതൃത്വേന. വീണ്ടും വീണ്ടും ഗർഭവാസം ഏർപ്പെടുക, വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും ജര വരിക തുടങ്ങിയവയുടെ പൗനഃപുണ്യം തൽക്കാലത്തേക്ക് കുറച്ചു കാലത്തേക്ക് ഇല്ലാണ്ടാവുമല്ലോ. എപ്പോൾ? സ്വർഗത്ത് പോയി താമസിച്ചാൽ. സ്വർഗത്ത് താമസിക്കുന്ന കാലത്തോളം, ഇപ്പോൾ സ്വർഗത്തിലൊരാൾ ഒരു 100 കൊല്ലം താമസിച്ചു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കണതിനിപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഭൂമിയിൽ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും? 36,000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഭൂമിയിൽ. അപ്പോൾ 100 കൊല്ലം സ്വർഗത്ത് താമസിച്ചു പറഞ്ഞാൽ 36,000 കൊല്ലം ഭൂമിയിൽ താമസിച്ചു. 36,000 കൊല്ലം കൊണ്ട് എത്ര പ്രാവശ്യം ജനിച്ചു മരിക്കണം? എണ്ണല്ല അതിനൊന്നും. അതെന്തായാലും നിന്നൂല്ലോ, അവിടെ കുറച്ചു കാലം നിന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ഗർഭവാസ ജന്മ ജരാദ്യുപദ്രവ വൃന്ദസ്യ, ഗർഭവാസം, ജന്മം, ജര തുടങ്ങിയ ഉപദ്രവ വൃന്ദം. വൃന്ദം വെച്ചാൽ കൂട്ടം, സമൂഹം. ഇതൊക്കെ ഉപദ്രവമല്ലേ? ഗർഭവാസം ഉപദ്രവമാണ്. ഭഗവാനെ ആലോചിക്കാൻ തന്നെ വയ്യ. ആലോചിച്ച് നോക്കൂ, ഗർഭവാസം 1-2 ദിവസം 280 ദിവസം മിനിമം അവിടെ കിടക്കണം. കൃമിയും കീടവും മലവും മൂത്രവും അമ്മ കഴിച്ച ഭക്ഷണവും എരിവും പുളിയും ഈ കണ്ട ദഹനരസങ്ങളും എത്ര ലക്ഷക്കണക്കിന് കൃമികീടങ്ങൾ ഒക്കെയല്ലേ അമ്മേൻ്റെ വയറിലുള്ളത്. ഇല്ല, അതിൻ്റെ നടുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ കിടക്കുക. ആലോചിക്കാൻ തന്നെ വയ്യ ഭഗവാനെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് ജനിക്കുക, ജന്മ, അയ്യോ ആലോചിക്കാനേ വയ്യ. ഇത്രയും വലിയൊരു ഞാൻ ഇത്ര ചെറിയൊരു ദ്വാരത്തിലൂടെ വന്നിട്ട് നല്ല മുത്തശ്ശി ഇല്ലാച്ച മനസ്സിലാവും, തല നോക്കിയാൽ മനസ്സിലാവും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നതെന്ന്. ഇല്ലേ? വീട്ടിൽ നല്ല മുത്തശ്ശി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരെണ്ണയൊക്കെ ഇട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് ശരിയാക്കും തല. ഇല്ലെങ്കിൽ തല അങ്ങനെ ഓരോരുത്തർ മുട്ട പിടിച്ചാലേ തനി രൂപം മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരുടെയും തല കണ്ടാൽ മനസ്സിലാവില്ല, കാരണം മുടിയുണ്ട് പുറത്ത്. മുട്ട പിടിച്ച് നോക്കിയാൽ ഓരോന്നിൻ്റെ തലേൻ്റെ ആകൃതി കാണാം. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? അത് മുത്തശ്ശി ഒഴിഞ്ഞ് നേരെയാക്കിയതാ. എണ്ണയാക്കിയിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് ആദ്യ കാലത്ത് കുളിപ്പിക്കുമ്പോൾ. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പുറത്ത് വന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞു ഗർഭവാസ ജന്മ ജര. ജര വലിയ കഷ്ടം തന്നെയാണ്, ഇല്ലേ?
തോലൊക്കെ ചുക്കിച്ചുളിയുക, തലയൊക്കെ നരയ്ക്കുക. നരച്ചാലും സാരമില്ലായിരുന്നു, കറപ്പിക്കായിരുന്നു, കൊഴിഞ്ഞു പോവുക. എന്ത് ചെയ്യും? വലിയ വിഷമം തന്നെ. ആരും ബഹുമാനിക്കണമില്ല. എന്താ പോവാത്തതെന്നുള്ള മട്ടിലാണ് വളരെ പ്രിയപ്പെട്ട ആൾക്കാർ തന്നെ നോക്കുന്നത്. അതെ, വരുമാനം ജോലിയുള്ളപ്പോൾ വളരെ സ്നേഹമായിട്ട് കൂടെ നിന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇങ്ങനെ നോക്കുന്നത് എന്താ പോവാത്തത് ആയില്ലേ എന്നുള്ള മട്ടിലാണ് നോക്കുന്നത്. വലിയ കഷ്ടമാണ് ഉപേക്ഷാഭാവം. അതൊക്കെ അനുഭവിക്കുമ്പോൾ വലിയ വിഷമം തന്നെ. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണത്, നാട്ടുവർത്താനം പറയുകയാണ്. അതെ, എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഗർഭവാസ ജന്മ ജര പിന്നെ രോഗം തുടങ്ങിയവയൊക്കെ ഉണ്ടാവുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നീ ഒരുപാടുണ്ട്, പട്ടിക കുറേ ഉണ്ട്. ഇവിടെ ഉള്ളത് ഇതേ ഉള്ളൂ. ഉപദ്രവ വൃന്ദസ്യ, ഈ ഉപദ്രവ കൂട്ടത്തിന് ലോകാന്തരേ പൗനപുണ്യേന പ്രവൃത്തസ്യ. എന്നാൽ പിന്നെ അത് ഒരു ജന്മത്തിലാണെങ്കിൽ തിരക്കേടില്ല, പല ജന്മങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ ഏതൊക്കെ ജന്മത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്? പട്ടിയായും പൂച്ചയായും കോഴിയായും കാക്കയായും. കഷ്ടം ആലോചിക്കാൻ വയ്യ. ഇനിയിപ്പോൾ എന്തൊക്കെ ജന്മങ്ങൾ വേണം? അടുത്തതിൽ ഞാൻ ആരാവും? ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? കയ്യിലിരിപ്പ് പോലും ഉണ്ടാവും. എന്താണോ നമ്മുടെ കയ്യിലിരിപ്പ് അതിനനുസരിച്ചാണ് നമുക്ക് ജന്മം കിട്ടുക. അടുത്തതിൽ മനുഷ്യനാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കയ്യിലിരിപ്പ് നന്നാവണം, എന്നാൽ മനുഷ്യനാവും. ഇത് പുറമെ കാണിക്കണതല്ല. പുറമെ നമുക്ക് പലതും കാണിക്കാം. ഉള്ളിൽ നമ്മൾ ഏത് വൃത്തിയിലാണ് കഴിയണമെന്ന് നമുക്കേ അറിയുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മുടെ ഗതി. അയ്യോ, ആലോചിക്കാൻ വയ്യ. ഈ പൗനപുണ്യേന പ്രവൃത്തസ്യ അവസാദൈതൃത്വേന, തൽക്കാലം ക്ഷയിപ്പിക്കുന്നതിലൂടെ, ശൈഥില്യാപാദനേന, ശൈഥില്യം കൊണ്ടുവരുന്നതിലൂടെ, ശിഥിലതയെ കൊണ്ടുവരുന്നതിലൂടെ, ധാത്വർത്ഥയോഗാത്, ധാത്വർത്ഥം ചേർത്താൽ. ഏതാ ധാത്വർത്ഥം? അവസാദനം. എന്തൊരു കഷ്ടാത്! വിശരണം ഗതിയും പറഞ്ഞു. അവസാദനം എന്നുള്ള ധാത്വർത്ഥം ചേർത്താൽ ബ്രഹ്മവിദ്യയ്ക്ക് ഉപനിഷത്തെന്ന് പറയാം. അപ്പം 3 അർത്ഥം പറഞ്ഞു: വിശരണം, ഗതി, അവസാദനം. നിങ്ങൾ തോന്നിയോണം പറയുകയാണോ? ഞാൻ തോന്നിയോണം പറയല്ല. തഥാച വക്ഷ്യതി സ്വർഗലോക അമൃതത്വം ഭജന്തേ ഇത്യാദി. തഥാച വക്ഷ്യതി സ്വർഗലോക അമൃതത്വം ഭജന്തേ. അങ്ങനെ പറയുന്നുണ്ട്, സ്വർഗലോകത്തെ പ്രാപിച്ചവർ അമൃതന്മാരാകും എന്ന്. തൽക്കാലത്തേക്ക് ജന്മമൊന്നുമില്ല, സുഖം. അതുകൊണ്ട് ഈ മൂന്ന് വിധത്തിലാണ് ഉപനിഷത്തെന്ന് പറയുന്നത്. 1 വിശരണം, 2 ഗതി, 3 അവസാദനം. 3 നല്ലപോലെ ചിന്തിക്കുക. നനു ച ഉപനിഷത് ശബ്ദേന അധ്യേതാരഃ ഗ്രന്ഥം അപി അഭിലപന്തി. അവിടെ ഒരു ചോദ്യം വരും. നനു ച ഉപനിഷത് ശബ്ദേന അധ്യേതാരഃ ഗ്രന്ഥമപി അഭിലപന്തി. ഉപനിഷദം അധീമഹേ അധ്യാപയാമ ഇതി ച. ഈ ഉപനിഷത് ശബ്ദം കൊണ്ട് പുസ്തകത്തെയും പറയുന്നുണ്ടല്ലോ. അതോ ഒരു വിഷയം പറയുമ്പോൾ വിഷയാന്തരത്തെ ഉന്നയിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു ശബ്ദമാണ് നനു എന്നുള്ളത്. നനു എന്നുള്ളതിന് നമുക്കെങ്ങനെയാണ് തർജ്ജമ ചെയ്യുക? ഇരിക്കട്ടെ പറയാം. ചില ആൾക്കാർ നിൽക്കട്ടെ പറയാറുണ്ട്. നിൽക്കേണ്ട ആവശ്യമില്ല. നിൽക്കട്ടെ, അവിടെ നിൽക്കേണ്ടതിനാ നിൽക്കണം. ഇരുന്ന് ചർച്ച ചെയ്താൽ പോരെ. മുന്നോട്ട് പോകാൻ വരട്ടെ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് മതി ഇനി മുന്നോട്ട് പോവുക. അതാണ് നനു എന്ന് പറഞ്ഞ അർത്ഥം. നനു എന്നുള്ളതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല കേട്ടോ. നമ്മളിവിടെ എടുക്കുകയാണത്. നനു ഇരിക്കട്ടെ. ഒരു ചോദ്യമുണ്ട് നിങ്ങളോട്. ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വിദ്യ എന്നാണല്ലോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതെ, വിദ്യ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഗ്രന്ഥത്തെയും അർത്ഥമാക്കുന്നുണ്ടല്ലോ. അതാണ് അധ്യേതാരഃ പഠിക്കുന്നവർ ഗ്രന്ഥം അപി അഭിലപന്തി. ഗ്രന്ഥത്തെയും ഉപനിഷത്തെന്ന് പറയുന്നുണ്ടല്ലോ.
ഇല്ലേ? നമ്മളിപ്പോൾ ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഉപനിഷത്ത് വേണമെന്ന് പറഞ്ഞാൽ വിദ്യയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ബുക്കാണ്, ഗ്രന്ഥമാണ്. അപ്പോൾ ഗ്രന്ഥത്തെയും അർത്ഥമാക്കുന്നുണ്ടല്ലോ. ഉപനിഷദമധീമഹേ, ഞാൻ ഉപനിഷത്ത് പഠിക്കുന്നു, ഞങ്ങൾ ഉപനിഷത്ത് പഠിക്കുന്നു. അധ്യാപയാമ, ഞങ്ങൾ ഉപനിഷത്തിനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ. ഞങ്ങൾ ഉപനിഷത്തിനെ പഠിക്കുന്നു, ഞങ്ങൾ ഉപനിഷത്തിനെ പഠിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ എന്താ പറയണത്? ഞങ്ങൾ ഉപനിഷത്തിനെ പഠിക്കുന്നു. അധ്യാപകരെന്താ പറയണത്? ഞങ്ങൾ ഉപനിഷത്തിനെ പഠിപ്പിക്കുന്നു. അവിടെയൊക്കെ അർത്ഥാക്കുന്നത് പുസ്തകത്തെ അല്ലേ? അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളെന്താ വിദ്യ എന്ന് പറഞ്ഞത്? ഏവം നൈഷ ദോഷ അവിദ്യാദി സംസാരഹേതു വിശരണാദേഹേ സതി ധാത്വർത്ഥസ്യ ഗ്രന്ഥമാത്രേ അസംഭവാത് വിദ്യായാം ച സംഭവാത്. ഗ്രന്ഥസ്യാപി താദർത്ഥ്യേന തച്ഛബ്ദത്വോപപത്തേഃ ആയുർവൈ ഘൃതം ഇത്യാദിവത്. തസ്മാത് വിദ്യായാ മുഖ്യയാ വൃത്തിയാ ഉപനിഷശബ്ദഃ വർത്തതേ ഗ്രന്ഥേ തു ഭക്തിയാ ഇതി. നമ്മൾ ഒന്നിച്ച് പോണേ. ഇതിൽ ഭാഷ്യത്തിൻ്റെ ഒരു ഭാഷ പരിചയമില്ലാത്തവർക്ക് കുറച്ചൊരു വിഷമമുണ്ടാവും കൂടെ കൂടാൻ. എന്താ അവസാദനം പറഞ്ഞു? ലോകാദി ബ്രഹ്മയജ്ഞ, ലോകാദിയായ ബ്രഹ്മയജ്ഞനായ ഒക്കെ അഗ്നിയുടെ പര്യായങ്ങളാണ്. യാതൊരഗ്നിയുണ്ടോ ആ അഗ്നിയെയാണ് രണ്ടാം വരം കൊണ്ട് ഉപദേശിക്കുന്നത് എന്ന്. അത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അഗ്നിയുടെ പര്യായമാണ്. നമുക്ക് ലോകത്തിൻ്റെ ആദിയായ, സകല ലോകങ്ങളുടെ ആദി ഏതാ? ലോകം കർമ്മഫലാനുഭവ. ഇത്ര സൂക്ഷ്മചിന്ത ഇവിടെ വേണ്ടാച്ചിട്ടാണ്. ലോകം എന്ന് പറഞ്ഞാൽ കർമ്മഫലാനുഭവ. ലോകം ലോക്യത്തെ ദൃശ്യത്തെ ഇതി ലോകഃ, കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് എന്നാണ് ലോകത്തിനർത്ഥം. അപ്പോൾ നമുക്ക് അനുഭവങ്ങളെ തരുന്നത് ആരാണ്? കർമ്മങ്ങളാണ്. കർമ്മത്തിൻ്റെ ആദി ഏതാ? കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, ശരിയാ. കർമ്മം ബ്രഹ്മത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്, ശരിയാ. എന്നാലും നമ്മൾ കുറച്ചും കൂടി നിറങ്ങി വന്ന് പറയുക, അഗ്നിയാണ്. നമ്മളെല്ലാ കർമ്മങ്ങളും അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങളും അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത്. ഫലത്തെ തരുന്ന സകല കർമ്മങ്ങളും നമ്മൾ അഗ്നിയിലാണ് ചെയ്യുന്നത്. ഹോമങ്ങളെല്ലാം അഗ്നിയിൽ, യാഗങ്ങളെല്ലാം അഗ്നിയിൽ, നിത്യ നൈമിത്തിക കർമ്മങ്ങളെല്ലാം അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എല്ലാ ലോകത്തിൻ്റെയും ആദി ആരാന്ന് ചോദിച്ചാൽ അഗ്നിയാണ്. ലോക കാരണൻ ആരാന്ന് ചോദിച്ചാൽ അഗ്നിയാണ്. അതുകൊണ്ടാണ് വേദം അഗ്നിയിലാണ് ആരംഭിക്കുന്നത്. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിയിലാണ്. മാനവിക സംസ്കാരം ആരംഭിക്കുന്നത് എവിടെയാണ്? മനുഷ്യ സംസ്കാരം ആരംഭിക്കുന്നത് എവിടെയാണ്? അഗ്നിയിലാണ്. എന്താ സംശയം? അതുവരെ ഓടിപ്പോണ ജന്തുവിനെ പിടിച്ചു തിന്നു. എന്നാൽ അഗ്നി ഉപയോഗിച്ച് വേവിച്ച് തിന്നാൻ തുടങ്ങിയതോടുകൂടി മനുഷ്യ സംസ്കാരം ആരംഭിച്ചു. പച്ചക്കറി കിട്ടുന്നതൊക്കെ കഴിച്ചു. ഇപ്പോൾ ചിലതൊക്കെ കഴിച്ചപ്പോൾ ചൊറിയാൻ തുടങ്ങി. ഇപ്പം എന്തായി? എന്നാൽ ഒന്ന് അഗ്നിയിൽ വേവിച്ച് കഴിച്ചു നോക്കാം. ചുട്ട് കഴിച്ചു, ചൊറിയില്ല, മാറി. മാനുഷിക സംസ്കാരം ആരംഭിക്കുന്നത് അഗ്നിയിലാണ്. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിയിലാണ്. സകല കർമ്മങ്ങളുടെയും മൂലം അഗ്നിയാണ്. അഗ്നിയിലാണ് എല്ലാ കർമ്മങ്ങളും. നമ്മൾ ലോകാദി അഗ്നിയാണ്. അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ പോയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതാ, അത് വേറെ. പ്രാണനെ അഗ്നിയായി പറയും, പ്രാണനെ ബ്രഹ്മമായിട്ട് പറയും. അതൊക്കെ ഓരോരോ പ്രകൃതത്തിലല്ലേ, എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കല്ലോ. ഇപ്പോൾ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചോദ്യം ഗ്രന്ഥത്തെയും അർത്ഥമാക്കുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ മറുപടി ഏവം നൈഷ ദോഷഃ, ഏവം നൈഷ ദോഷഃ അവിദ്യാദി സംസാരഹേതു വിശരണാദേഹേ സതി ധാത്വർത്ഥസ്യ
ഗ്രന്ഥമാത്രേ അസംഭവാത് വിദ്യായാം ച സംഭവാത്. ഗ്രന്ഥസ്യ അപി താദർത്ഥ്യേന തച്ഛബ്ദത്വോപപത്തേഃ ആയുർവൈ ഘൃതം ഇത്യാദിവത്. തസ്മാത് വിദ്യായാം മുഖ്യയാ വൃത്ത്യാ ഉപനിഷത് ശബ്ദഃ വർത്തതേ ഗ്രന്ഥേ തു ഭക്തിയാ ഇതി. ഏവം നൈഷദോഷ, അതിന് കുഴപ്പമില്ലടോ. ഏവം നൈഷദോഷ, അതിന് കുഴപ്പമില്ല. ഏതിന് കുഴപ്പമില്ല? ഗ്രന്ഥത്തെയും അർത്ഥമാക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ, അതിന് കുഴപ്പമില്ല. അങ്ങനെ അർത്ഥമായിക്കോട്ടെ, എന്താ കുഴപ്പം? പക്ഷെ ഒന്നെനിക്ക് പറയാനുണ്ട്. എന്താ വെച്ചാൽ അവിദ്യാദി സംസാരഹേതു വിശരണാദേഹേ സതിധാത്വർത്ഥസ്യ ഗ്രന്ഥമാത്രേ അസംഭവാത്. വിശരണം, ഗതി, അവസാദനം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ചിന്തിച്ചല്ലോ സതിധാതുവിന്. ഈ സതിധാതുവിന് ചിന്തിച്ച വിശരണാദി അർത്ഥങ്ങൾ ഒരിക്കലും ഗ്രന്ഥത്തിന് യോജിക്കില്ല. പിന്നെ എന്തിനെ യോജിക്കൂ? വിദ്യായാം ച സംഭവാത്, വിദ്യയിൽ യോജിക്കും. മനസ്സിലായില്ല? ഇവിടെ പറഞ്ഞ വിശരണം, ഗതി, അവസാദനം എന്നീ അർത്ഥങ്ങൾ വിദ്യയിൽ യോജിക്കും, ഗ്രന്ഥത്തിൽ യോജിക്കില്ല. ഏതെങ്കിലും ഗ്രന്ഥം പിടിച്ചുകൊണ്ട് ഒരാൾ മുക്തനാവില്ല. ഒരു ഗ്രന്ഥം പിടിച്ചുകൊണ്ട് അജ്ഞാനം നശിക്കില്ല. വിദ്യ വേണം. അപ്പോൾ വിദ്യയിലാണ് ആ അർത്ഥങ്ങൾ യോജിക്കുക. അതുകൊണ്ട് ഗ്രന്ഥാർത്ഥത്തിൽ പറഞ്ഞുകൂടാന്നില്ല. ഗ്രന്ഥസ്യ അപി, ഗ്രന്ഥത്തിനെയും പറയാം. എങ്ങനെ? താദർത്ഥ്യേന, തദർത്ഥം നിലകൊള്ളുന്നത് കൊണ്ട് ഗ്രന്ഥത്തെയും പറയാം. മനസ്സിലായില്ല? ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചോദിക്കുക, ഒരു കയ്യിലത്തെ പുസ്തകം ചൂണ്ടിയിട്ട് ഇതെന്താ അത്? അപ്പോൾ കുട്ടി പറഞ്ഞു കണക്കാണെന്ന് പറഞ്ഞു. കണക്ക് കൈ പിടിച്ചു കൊണ്ടിറക്കാൻ പറ്റുമോ? ഉണ്ടോ? അപ്പോൾ ആ കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? കണക്കെന്ന വിഷയം പ്രതിപാദിക്കുന്ന പുസ്തകമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ വിദ്യയെ പ്രതിപാദിക്കുന്ന പുസ്തകത്തെയും ഉപനിഷത്തെന്ന് പറയാം. അപ്പോൾ ഉപനിഷത്ത് ഒരിക്കലും പുസ്തകമല്ല, ഉപനിഷത്ത് വിദ്യയാണ്. പക്ഷെ ആ വിദ്യയെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തെയും ഉപനിഷത്തെന്ന് പറയാം. അങ്ങനെയാണ് ഈശാവാസ്യ ഉപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഉപനിഷത്ത് ഉണ്ടാവുന്നത്. പുസ്തകം എന്നുള്ള അർത്ഥത്തിലാണ്. ആയുർവൈ ഘൃതം ഇത്യാദിവത്. ആയുർവൈ ഘൃതം എന്ന് പറയുന്നത് പോലെ അതൊരു ചൊല്ലാണ്. ആയുർവൈ ഘൃതം, നെയ്യ് ആയുസ്സാണ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പം നെയ്യിനെ നോക്കിയിട്ട് പറഞ്ഞത് ആയുസ്സാണ്. നെയ്യ് ആയുസ്സാണോ? അല്ല. നെയ്യ് ആയുസ്സല്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ആയുർവൈ ഘൃതം. നെയ്യ് ആയുസ്സാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നെയ്യ് നിയമേന ശീലിച്ചാൽ ഉള്ള ആയുസ് രോഗമില്ലാണ്ട് കിട്ടും. നിയമേന മാത്രയിൽ നെയ്യ് കഴിച്ചാൽ, ഇന്ന് പോയിട്ട് 1 കിലോഗ്രാം കഴിച്ച് നാളെ ആസ്പത്രിയിലായിട്ട് നമ്മളോട് പറയരുത്. ദിവസവും കൃത്യമായ മാത്രയിൽ നെയ്യ് കഴിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുകയും രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഒരു സംശയമില്ല. അതുകൊണ്ട് ആയുസ് ആയുസ് കൂട്ടിക്കിട്ടുമോ നെയ്യ് കഴിച്ചാൽ? അതില്ല. ആയുസ് കൂട്ടിക്കിട്ടില്ല, ആയുസ് കുറച്ചും കിട്ടില്ല. ഉള്ള ആയുസ് രോഗമില്ലാണ്ട് അനുഭവിക്കാൻ പറ്റും, സുഖമായി ജീവിക്കാം നെയ്യ് ദിവസവും കഴിച്ചാൽ. താല്പര്യമുള്ളവർ ശീലിച്ചോളൂ. എന്താ മാത്രം എത്രയാണെന്നോ? മാത്ര അവനവൻ കണ്ടുപിടിക്കണം. ഏതാണ് എനിക്ക് ഉചിതമായ മാത്ര എന്നുള്ളത്? എനിക്ക് ഉചിതമായ മാത്ര ഏതാണെന്ന് അവനവൻ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് രോഗം വന്നിട്ട് കൊളസ്ട്രോളും കൂടി സ്വാമി പറഞ്ഞിട്ടുണ്ടായ ഫലമെന്ന് പറയരുത്.
അവനവന് പറ്റുന്ന മാത്രം അവനവൻ കണ്ടുപിടിക്കുക. ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മാത്ര ഞാൻ കണ്ടത് വേറെ ആരുടെ അടുത്തുമല്ല, നമ്മളെ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെയാണ്. എന്തിനാ വെച്ചാൽ ഒരു 500 കിലോഗ്രാമിനിടയ്ക്ക് ഒരു ദിവസം അകത്താക്കുമായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഒരു ദിവസം ഒരു രോഗവുമില്ല, മെലിഞ്ഞ ദേഹം, അവസാനം വരെ അപാരമായ ആരോഗ്യം. രാവിലെ തന്നെ ഒരു കുടിക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെയ്യ് പുരട്ടുക, നമ്മളൊക്കെ വെച്ചാൽ മൂപ്പര് മുക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ചോറുണ്ണുമ്പോൾ ഒരു നെയ്യ് ഒഴിക്കലുണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ സ്നേഹിച്ച് പശുവിനെ നോക്കുകയും ചെയ്യും. അത്ര സ്നേഹിച്ച് പശുവിനെ വളർത്തും. അയ്യോ എത്രയാണ് നെയ്യ് കഴിക്കുക, അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ഡോക്ടർമാർ പറയുക കൊളസ്ട്രോൾ വരും. സ്വാമിക്ക് അവസാനം വരെ കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല, ഒക്കെ പാകത്തിനേ ഉള്ളൂ. അപാര ആരോഗ്യമായിരുന്നു. 94 വയസ്സിലും നല്ല ആരോഗ്യമായിരുന്നു. പിന്നെ ഭക്ഷണം വേണ്ടാന്നായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ ഭക്ഷണം നിർത്തി, അങ്ങനെ ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. എത്രയാ കഴിക്കുക അയച്ചിട്ട് നിങ്ങളാരും കഴിക്കണ്ട കേട്ടോ. അതുപോലെ പണി കൊടുക്കും. അതാണ്, വെറുതെ നെയ്യും കഴിച്ചിരിക്കുകയല്ല, അത്ര അധ്വാനിക്കും, എല്ലാ പണിയും എടുക്കും. പുല്ലരിയാൻ പോയി കഴിഞ്ഞാൽ കൊട്ടക്കണക്കിന് പുല്ലരിഞ്ഞ് കൊണ്ടുവരും. കിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പറമ്പിലൊക്കെ കിളച്ച് ഒക്കെ ഇതാക്കും. പഠിപ്പിക്കാനിരുന്ന് കഴിഞ്ഞാൽ വേദാന്തം പഠിപ്പിക്കും. എന്താണോ വന്നു ചേരുന്ന പണി അത് ചെയ്യുക. അതാണ് ഈ സന്യാസിമാരെ കുറിച്ചുള്ള ധാരണ ഉണ്ടല്ലോ ചിലർക്ക്. എന്ത് ഇവർ ശാപ്പാട്ടിരാമന്മാരായിട്ടിരിക്കുക എന്നാണ് ചിലരുടെ ധാരണ. അങ്ങനെ എടുക്കരുത്. ശരി ഇരിക്കട്ടെ. ആയുർവൈ ഘൃതം, ആയുസ് ഘൃതമല്ല, ഘൃതമൊട്ട് ആയുസ്സും അല്ല. എന്നാൽ അങ്ങനെ ചൊല്ലുണ്ട്. ഏതർത്ഥത്തിലാണ്? മാത്രയിൽ ഘൃതം സേവിച്ചാൽ പൂർണ്ണമായ ആയുസ് രോഗരഹിതമായി ലഭിക്കും എന്ന്. അതുകൊണ്ട് അതുപോലെ ഉപനിഷത്തിനെ പ്രതിപാദിച്ച ഗ്രന്ഥത്തെ ഉപനിഷത്തെന്ന് പറയാം. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് വിദ്യായ മുഖ്യയാ വൃത്തിയ ഉപനിഷ ശബ്ദോ വർത്തതേ, വിദ്യയിലാണ് ഉപനിഷ ശബ്ദം മുഖ്യമായി വർത്തിക്കുന്നത്. ഗ്രന്ഥേതു ഭക്തിയ, ഉപചാരപൂർവം ഗ്രന്ഥത്തിലും വർത്തിക്കുന്നു. അപ്പോൾ രണ്ടർത്ഥം ശരിയാണ്. പുസ്തകത്തെ കൊണ്ടും ഉപനിഷത്തെന്ന് പറയാം, അറിവിനെ കൊണ്ടും ഉപനിഷത്തെന്ന് പറയാം. അറിവിൽ മുഖ്യ അർത്ഥം, പുസ്തകത്തിൽ ഗൗണാർത്ഥം, ഉപചാരാർത്ഥം. വ്യക്തമാണല്ലോ. ബാക്കി നമുക്ക് തുടർന്ന് പഠിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം 2:4